aromamari.comല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ജയ ജോൺ തന്റെ ജീവിതാനുഭവങ്ങൾ അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. നമുക്കെവർക്കും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ജനിച്ചു വളർന്ന ജീവിത പശ്ചാത്തലത്തിൽ താൻ അനുഭവിച്ച കടന്നുപോയ തന്റെ ജീവിതത്തിലെ ഒരുപാട് തിക്ത അനുഭവങ്ങളും കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലഭിച്ചതായ അത്ഭുതകരമായ വിടുതലുകളെ കുറിച്ചുള്ളതായ ജീവിക്കുന്ന സാക്ഷ്യം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. ആകയാൽ നമുക്ക് ഏവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ സാവകാശമുണ്ട്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോട് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ജയ ജോണിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹവും ശ്രേഷ്ഠവുമായ നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അരോമ ടിവി ചാനലിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. ഇതിന് മുഖാന്തരമായി തീർന്ന പാസ്റ്റർ രാജേന്ദ്ര പ്രസാദ് പാസ്റ്റർക്കും കുടുംബത്തിനും നന്ദി പറയുന്നു. ഈ അരോമ ടിവി ചാനലിന്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ഡാനിയൽ ജോൺ പാസ്റ്ററേയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നു. ഏഴയുടെ സാക്ഷ്യം ഈ അരോമ ടിവി പ്ലാറ്റ്ഫോമിൽ കാണുന്ന എല്ലാവർക്കും കൂടുതൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും കർത്താവിൻ്റെ അത്ഭുതങ്ങളും വിടുതലുകളും അനുഭവിക്കുവാനും ദൈവം ഇടയാകട്ടെ എന്ന് ദൈവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നു. ഒരു ഈഴവ കുടുംബത്തിൽ ജനിച്ച് വളരപ്പെട്ടതാണ് ഞാൻ. ഇയ്യോബിന്റെ പുസ്തകം വായിക്കപ്പെടുമ്പോൾ ഇയ്യോബ് അവിടെ പറയുന്നുണ്ട്, നന്മ ആഗ്രഹിച്ച സമയത്ത് ഇയ്യോബിന്റെ ജീവിതത്തിൽ തിന്മ കടന്നു വന്നു. വെളിച്ചത്തിന് വേണ്ടി ആഗ്രഹിച്ച സമയത്ത് ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇരുട്ട് കടന്നു വന്നുവെന്ന് നമുക്ക് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ ഇടയായിത്തീരും. അതുപോലെ തന്നെ 17-ാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതത്തിൽ ആരും ആഗ്രഹിക്കാത്ത ഒരു ഇരുട്ട് എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് വളരപ്പെട്ട എനിക്ക് സന്തോഷത്തോടെ മുന്നോട്ട് കടന്നു പോവുകയായിരുന്നു. എനിക്ക് അമ്മയും അച്ഛനും അനുജത്തിയുമുണ്ട്. ഞങ്ങൾ 2 പെൺമക്കളാണ്. അങ്ങനെ മുന്നോട്ട് കടന്നു പോകുന്നു. RSS പ്രവർത്തകരാണ് അമ്മയും അച്ഛനും. ഞങ്ങൾ കുടുംബം മൊത്തത്തിൽ ഹൈന്ദവരാണ്. അങ്ങനെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെയും മുന്നോട്ട് കടന്നു പോകുന്ന സമയത്ത് സ്കൂളിൽ പോകുന്ന കാലഘട്ടമൊക്കെയും സ്കൂളിൽ പോയി പകുതി സമയമൊക്കെ കഴിയുമ്പോൾ ഞാൻ ബോധം കെട്ട് വീഴുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതൊക്കെ വെറുതെ വെയിലടിച്ച് ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ വളരെ വിദ്യാഭ്യാസമൊക്കെ വളരെ തടസ്സപ്പെട്ട ഒരു നിമിഷങ്ങളായിരുന്നു. അങ്ങനെ മുന്നോട്ട് കടന്നു പോവുകയായിരുന്നു. ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് വളരെ ഹൈന്ദവ ഒരു കുടുംബമാണ്. കാരണം മന്ത്രവാദവും കൊടിതിയും ഭജനയും മൈക്ക് സെറ്റൊക്കെ എടുത്ത് അന്നത്തെ കാലത്തെ
ദൈവമെന്ന് പറയുന്ന ദേവീ ദേവന്മാരെയൊക്കെ വെച്ച് പടുക്കയൊക്കെ ഇട്ട് പൂജിച്ച് ഭയങ്കര ലക്ഷങ്ങൾ ചെലവാക്കി നടത്തുന്ന ഒരു വായനയും കൊടുതിയും ഉണ്ടായിരുന്നു വർഷം തോറും. അങ്ങനെ അച്ഛന്റെ സഹോദരങ്ങളൊക്കെ പിന്നെ കുടുംബങ്ങളായി അവർ പല പല സ്ഥലങ്ങളിൽ താമസിക്കുവാനിടയായി. കാലക്രമേണ അപ്പന്റെ കുടുംബ അടുത്തായിട്ട് അച്ഛൻ വീട് വെക്കുവാനിടയായി തീർന്നു. അങ്ങനെ അച്ഛനും അമ്മയും ഞാനും അനുജത്തിയും അവിടെ താമസിച്ച് മുന്നോട്ട് കടന്നു പോകുമ്പോൾ ആരും പിന്നെ വർഷം തോറും പൈസകൾ ശേഖരിച്ച് ഇത് വായനയും കൊടുതിയും നടത്താൻ കഴിയാതെ വന്നു. കാരണം ലക്ഷങ്ങൾ വേണമായിരുന്നു. പിന്നെ നമുക്ക് ഒരു ഫാമിലിക്ക് മാത്രം ഇതെടുത്ത് നടത്തുവാൻ കഴിയാതെ വന്നു. അങ്ങനെ ആ പൈശാചിക ബന്ധനങ്ങളെല്ലാം ഞങ്ങളുടെ കുടുംബത്തെ അടിച്ചു തകർക്കുവാനിടയായി തീർന്നു. പിന്നെ ആ പൈശാചിക ബന്ധനം എന്നെയാണ് പിടിക്കുവാനിടയായി തീർന്നത്. അങ്ങനെ 17ാമത്തെ വയസ്സിൽ ഞാൻ പൈശാചിക ബന്ധനത്താൽ പിടിക്കപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ രാത്രി എന്താണ് പകൽ എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റാതെ ഭവനത്തിൽ വളരെ അസ്വസ്ഥതകളും ഭാരങ്ങളും കണ്ണുനീരിന്റെ വക്കായി തീർന്നു. പുറത്തു പറഞ്ഞാൽ നാണക്കേടെന്ന് കരുതി അച്ഛനും അമ്മയും എല്ലാം ഒളിച്ച് വീട്ടിനകത്ത് എല്ലാം ഒതുക്കുവാനിടയായി തീർന്നു. കാരണം 17 വയസ്സായ ഒരു പെൺകുട്ടിയുടെ ഭാവി എന്താകുമെന്നുള്ള ചിന്തയില് ആരും അറിയിക്കാതെ അങ്ങനെ ഭവനത്തിനകത്ത് കഴിയുവാനിടയായി തീർന്നു. ചില നാളുകൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ആ ഭവനത്തിൽ ഒതുങ്ങാതെ വന്നു. പിന്നെ വിളിയായി, ബഹളമായി, അങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥതയിൽ കൂടെ കടന്നു പോകുന്നു. വീട്ടിൽ വെക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റാതെ, അവരെ കഴിക്കാൻ താമസിക്കാതെ വല്ലാത്തൊരു പ്രാകൃത അനുഭവങ്ങളിലേക്ക് ദിവസങ്ങൾ നീണ്ടുപോകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ വളരെ കണ്ണുനീരിന്റെ വക്കിലായി. പിന്നെ ബന്ധുക്കൾ അറിഞ്ഞു, പിന്നെ ദേശക്കാരറിഞ്ഞു, പിന്നെ ലോകക്കാരറിയുവാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ RSSന്റെ പ്രവർത്തകരാണ്. ഞങ്ങൾ ഇനി പോകാൻ ക്ഷേത്രങ്ങളില്ല. അമ്മ ആഴ്ചകളുണ്ടെങ്കിൽ ദിവസങ്ങളുണ്ടെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിൽ പോയി പൊങ്കാലയിടുന്ന ഒരവസ്ഥയാണ്. ആ അമ്മയുടെ കൂടെ ഞാൻ ഈ വിറകും കൊതുമ്പും ചൂട്ടും ഒക്കെ ചുമക്കുന്ന ഒരവസ്ഥയാണ്. ഇനി ഈ ക്ഷേത്രങ്ങളില്ല. ഞങ്ങൾ ഒരു ക്ഷേത്രത്തിലെ അന്തേവാസികളെ പോലെയാണ് ഞങ്ങൾ. അങ്ങനെ RSSന്റെ പ്രവർത്തകരായി കൃഷ്ണ ജയന്തിക്കും മറ്റു കാര്യാദികൾക്കൊക്കെ ആക്റ്റീവായിട്ട് പോകുന്ന ഒരു ഫാമിലിയാണ്. ഞങ്ങളുടെ ദേശം എന്ന് പറയുന്നത് ഈഴവരിലെ 4 കുടുംബവും ബാക്കി മൊത്തം മറ്റു സമുദായങ്ങളാണ്, ഹിന്ദു സമുദായങ്ങൾ. ഇന്നേക്ക് 25 വർഷമായി ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട്. ഇന്ന് വരെയും ആ ദേശത്ത് ഒരു കുടുംബം പോലും കർത്താവിൽ വേർപെട്ട് വന്നിട്ടില്ല. അത്രത്തോളം ഒരു ഹൈന്ദവ ഒരു ദേശമാണ് ആ ദേശം. ആ ഹൈന്ദവ ദേശമാവുന്ന ആ പൈശാചികത്താൽ കൊടികൊണ്ടുവാണ ആ ദേശത്തേക്കാണ് എൻ്റെ സർവശക്തനായ കർത്താവ് ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ ഞാൻ പൈശാചിക ബന്ധനത്താൽ കിടക്കുന്നു. അങ്ങനെ RSSന്റെ മുഖ്യ പ്രവർത്തകരെ വീട്ടിൽ അറിഞ്ഞു വരുവാനിടയായി തീർന്നു. അവർ പറഞ്ഞതായ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ മന്ത്രവാദങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ എന്നെ കൊണ്ടുപോകുവാനിടയായി. കാറിലെ കൊണ്ടുപോകും. അവിടെ പോകുമ്പോൾ അവർ പറയുന്ന റേറ്റുകളൊക്കെ അടയ്ക്കുവാനിടയായി തീരും. 5000, 10,000 ഇങ്ങനെയാണ് അവർ പറയുന്ന റേറ്റുകൾ. ഞങ്ങളുടെ സാമ്പത്തികമായി ഞങ്ങൾ വളരെ തകർന്നു. ഞങ്ങളുടെ ആഭരണങ്ങൾ ഓരോ പ്രാവശ്യം കൊണ്ടുവന്ന് പണയം വെച്ച് ഓരോ മന്ത്രവാദത്തിന് ഞങ്ങൾ അടയ്ക്കും. മന്ത്രവാദം ചെയ്യും, എന്നെ വണ്ടിയിലെ വീട്ടിൽ കൊണ്ടുവരും, വീട്ടിൽ വന്ന് കയറും. പഴയ അവസ്ഥയായിരുന്നു. അങ്ങനെ ലോകം മൊത്തം അറിഞ്ഞ് ഞങ്ങളുടെ കുടുംബം ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടെ മുന്നോട്ട് പോകാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇത് പലതവണ പലരും പറഞ്ഞു. അങ്ങനെ പലയിടത്തും കൊണ്ടുപോയി. അങ്ങനെ രക്ഷയില്ലാതെ ഈ RSSന്റെ മുഖ്യ പ്രവർത്തകരെല്ലാവരും വീണ്ടും വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അച്ഛന്റെ പേര് രാമചന്ദ്രൻ എന്നാണ്, അമ്മയുടെ പേര് വസന്ത എന്നാണ്, അനിയത്തിയുടെ പേര് അർച്ചന എന്നാണ്, എൻ്റെ പേര് ജയയാണ്. അപ്പൊ അവര് വന്ന് പറഞ്ഞു, രാമേന്ദ്ര, ഞങ്ങൾ പറഞ്ഞതുമായ എല്ലാ സ്ഥലങ്ങളിലും നീ നിന്റെ മോളെ കൊണ്ടുപോയി. ഇതുവരെയും നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും സേവിച്ചു നിന്ന നിങ്ങളെ ദൈവം നിങ്ങളെ രക്ഷിച്ചില്ല. അവർക്ക് സൗഖ്യമാക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ ഏത് ദൈവത്തെ വിളിച്ചാലും ഇനി ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ധൈര്യമായിട്ട് ഈ കൊച്ചിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി രക്ഷപ്പെടുത്തി ഇതിനൊരു ഭാവി നിങ്ങൾ കൊടുക്കണമെന്ന് പറയാനിടയായി തീർന്നു. അങ്ങനെ
പലയിടത്തും ഞങ്ങൾ കേട്ടിട്ടുണ്ട് മതം മാറിയതിന്റെ പേരിൽ വളരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ച നിമിഷങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് പലരുടെയും സംസാരത്തില്. പക്ഷേ അവര് പറഞ്ഞതെല്ലാം ഞങ്ങൾ ചെയ്തു. ഇനി പോകാൻ ഇടമില്ല, പ്രാർത്ഥിക്കാൻ ദൈവമില്ല. അങ്ങനെ ഞങ്ങൾ വളരെ വേദനയുടെ നടുവിലായിരുന്ന സമയത്ത് ഞാൻ ബോധമില്ലാതെ ഞാൻ എൻ്റെ ഭവനത്തിന്റെ അകത്തളത്തിൽ കിടക്കുന്നു. അച്ഛന് കൃഷിപ്പണിയാണ്. അങ്ങനെ പൈശാചിക ബന്ധനം എൻ്റെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വെപ്രാളവും ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ഞാൻ ഭയങ്കരമായിട്ട് കടന്ന് വിളിക്കുമായിരുന്നു, എന്നെ ആരോ കൊണ്ടുപോകാൻ വരുന്നു, എന്നെ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് വിളിക്കും. അപ്പോഴേ ഓടി അമ്മയും അച്ഛനും അടുത്ത് വന്ന് എന്നെ പിടിച്ചു വെക്കും. ഒന്നുമില്ല എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാൻ ഇടയായും. അങ്ങനെ ഒരു ദിവസം ഞാൻ പകൽക്കാലം എൻ്റെ വീട്ടിന്റെ അകത്ത് ഞാൻ കിടക്കുകയാണ്. സ്വബോധമില്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ് ഞാൻ. ദൈവത്താൽ വിടുവിക്കപ്പെട്ടതിന് ശേഷം ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ പൈശാചിക ബന്ധനം ദൈവം തന്നതാണ്. കാരണം വേറെ എന്തെങ്കിലും ഒരു രോഗമായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ സകലതും നഷ്ടപ്പെട്ടാലും അത് ചികിത്സിച്ച് ഞാൻ മരണത്തോട് കീഴ്പ്പെടുന്നതല്ലാതെ ഒരു വിടുതലുണ്ടാകില്ല. പക്ഷേ ഈ അസുഖം എനിക്ക് ഒരു ഡോക്ടറെ കാണാനോ ഒരു ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാനോ കഴിയാത്തത് എൻ്റെ ദൈവത്തിന് നിശ്ചയമായിരിക്കാം. അതുകൊണ്ടായിരിക്കണം എൻ്റെ കർത്താവിനെ ഞാൻ കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ ഞാൻ പകൽക്കാലം റൂമിൽ കിടക്കുന്നു, കട്ടിലിൽ കിടക്കുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്നു വീണ്ടും ആ പൈശാചിക ശക്തി എൻ്റെ അടുക്കൽ വരുന്നുവെന്ന് ഉള്ള ഒരു ടെൻഷനിൽ ഞാൻ കിടന്ന് വിളിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ അതല്ല അവിടെ സംഭവിക്കാൻ ഇടയായി തീർന്നത്. ആ ദേശത്ത് യേശുവിനെ വിളിക്കുന്നവരോ യേശുവിന്റെ മക്കൾ ആരും ആ ദേശത്തില്ല. ഞങ്ങളും അങ്ങനെയുള്ളവരല്ല. അങ്ങനെ ആയിരിക്കുന്ന ഒരു സമയത്ത് ആ നടുക്ക് റൂമിലേക്ക് എൻ്റെ യേശു വരുവാൻ ഇടയായി തീർന്നു. ഇന്ന് വരെയും ആ യേശുപ്പച്ചനെ ഞാൻ കണ്ടിട്ടില്ല. ആ യേശുപ്പച്ചന്റെ സ്നേഹം ഞാൻ അനുഭവിച്ചിട്ടില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ യെശയ്യാവിന്റെ പ്രവചന പുസ്തകം വായിച്ചപ്പോൾ 6-ാം അധ്യായത്തില് ഉസ്യാവിന്റെ ആ കാലഘട്ടത്തില് യെശയ്യാവിന് ദൈവം കൊടുത്ത ഒരു ദർശനം, ഉയർന്നതും പൊങ്ങിയതുമായ സിംഹാസനത്തിൽ എൻ്റെ കർത്താവിന്റെ ദർശനം യെശയ്യാവിന് ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. അതുപോലെ ഞാൻ വെള്ള ഒരു വസ്ത്രധാരിയായി ഒരു വെള്ള സിംഹാസനത്തിൽ ആകാശത്തിൽ കൂടെ എൻ്റെ യേശു എൻ്റെ റൂമിൽ കൂടെ എൻ്റെ അടുക്കിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ആ അടുക്കിലേക്ക് അത് യേശുവാണെന്നും എനിക്കറിയില്ല. കാരണം അങ്ങനെ പറയാൻ കാരണം എൻ്റെ അടുക്കൽ വന്നിട്ട് യേശു എന്നോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നൊരു ഇതൊക്കെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞാണ് ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞു, പിന്നെ ബൈബിൾ എടുത്തു, പിന്നെ വചനം വായിച്ചു. ഇതൊക്കെ ഞാൻ തിരിച്ചറിയുവാൻ ഞങ്ങൾ ഇടയായി തീർന്നത്. അങ്ങനെ യേശു എൻ്റെ അടുക്കിലേക്ക് വരുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് യേശു എന്ന് ആരോ എൻ്റെ നാവിൽ പറഞ്ഞു തരുവാൻ ഇടയായി തീർന്നു. ഞാൻ ബോധമില്ലാതെ യേശുവേ 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 എന്ന് ഞാൻ കിടന്ന് വിളിക്കുന്നു. അപ്പൊ അച്ഛൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴ് ഞാൻ യേശുവേ യേശുവേ എന്ന് കിടന്ന് വിളിക്കുന്നു. അമ്മയുടെ അടുത്ത് വന്ന അച്ഛൻ ഓടി വന്ന് ചോദിച്ചു, ഇവളെന്താണ് പറയുന്നത്? അപ്പൊ അമ്മ പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറയാൻ ഇടയായി തീർന്നു. എൻ്റെ കർത്താവ് എൻ്റെ നാവിൽ പറഞ്ഞു തന്നു അത് യേശുവാണെന്ന്. ആ യേശു എൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, എന്നെ ഇതുവരെയും അമ്മയും അച്ഛനും ആണ് മകളെ എന്ന് വിളിക്കുന്നത്. പക്ഷേ എൻ്റെ അടുക്കലേക്ക് ആ സ്നേഹസ്വരൂപമായ രൂപം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട മകളെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന്. ആ ദിവ്യ സാന്നിധ്യം ഞാൻ അനുഭവിച്ച് ഞാൻ കൂടുതൽ കടന്ന് വിളിക്കുവാൻ ഇടയായി തീർന്നു. എനിക്ക് എന്താണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ അറിഞ്ഞുവിടാതെ ഞാൻ പൈശാചിക ബന്ധനമാണോ, എനിക്ക് സ്വബോധമില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതം നാളുകൾ മുന്നോട്ട് പോയത്. അങ്ങനെ അതിന് ചില ദിവസങ്ങൾക്ക് മുന്നമേയാണ് ആ പ്രവർത്തകർ വന്ന് പറഞ്ഞു, ഇനി എവിടെയെങ്കിലും കൊണ്ടുപോയി കൊച്ചിനെ രക്ഷപ്പെടുത്താൻ പറഞ്ഞു. ആ ചില ദിവസങ്ങൾക്ക് കഴിഞ്ഞ ശേഷമാണ് ഈ ദർശനം കർത്താവ് എനിക്ക് നൽകുവാൻ ഇടയായി തീർന്നത്. ഇതിനു ശേഷം അച്ഛൻ പലരിടത്തും ഇങ്ങനെ സംസാരിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു ദൂര ബന്ധത്തിൽപ്പെട്ട ഒരു ഫാമിലി വന്ന് ഈ അവസ്ഥ മനസ്സിലാക്കി വന്ന് സംസാരിക്കുവാൻ ഇടയായി തീർന്നു. എന്നിട്ടും അച്ഛന് ഇങ്ങനെ ക്രിസ്ത്യാനികളുടെ
പാസ്റ്റർമാരുടെ അടുക്കൽ പോകുവാനോ പാസ്റ്റർമാരുടെ അടുത്ത് എന്നെ കൊണ്ടുപോകുവാനോ അച്ഛന് മനസ്സില്ലായിരുന്നു. അങ്ങനെ എല്ലാരും കൂടെ നിർബന്ധിച്ച് നമുക്കൊന്ന് കൊണ്ടുപോയി നോക്കാം എന്ന് പറഞ്ഞ് എന്നെ ബോധവും സ്വബോധവും ഒന്നും ഇല്ലാത്ത എന്നെ കാറില് പ്രത്യേകിച്ച് അച്ഛൻ പണ്ടത്തെ രീതി അനുസരിച്ചെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരാണ് യേശുവിന്റെ മക്കളെന്നാണ് പറഞ്ഞു കേൾവി പണ്ടുള്ളവർ പറയുന്നത്. അതും ജാതി താഴ്ന്നവര് ഇങ്ങനെയുള്ളവരൊക്കെയാണ് യേശുവിനെ സേവിക്കുന്നവരെന്നൊക്കെ അച്ഛന്റെ മെമ്മറിയിൽ അതൊക്കെ ഉണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു ഒരു കാരണവശാലും അവള് മരിച്ചാലും കൊണ്ടുപോകില്ല എന്ന് പറയാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ ജാതിയിൽപ്പെട്ട ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അതിപ്പോഴും സാർ എന്നാണ് വിളിക്കുന്നത്, പാസ്റ്റർ എന്നല്ല വിളിക്കുന്നത്. അതുപോലെ ഞങ്ങൾ സാറേ എന്ന് വിളിക്കുവാനിടയായി. അവിടെ കൊണ്ടുപോയി എന്നെ കാറിലെ കൊണ്ടുപോയി അതിന്റെ പരിസരത്തോളം എത്തിയപ്പോൾ ഞാൻ വീണ്ടും പൈശാചിക ബന്ധനത്താൽ ഭയങ്കര ബഹളവും ഭയങ്കര വിളിയും ഒക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ RSSന്റെ ഒരു പ്രവർത്തകനാണ് ആ കാർ ഓട്ടിക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടെ എന്നെ തൂക്കിയെടുത്ത് ആ സാറിന്റെ അടുക്കൽ കൊണ്ടുപോയി എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. എന്നാൽ പല മന്ത്രവാദത്തിന് പോയിട്ടും പല മന്ത്രവാദങ്ങൾ ചെയ്തിട്ടും കിട്ടാത്ത ആശ്വാസം എനിക്ക് ആ ഒറ്റ പ്രാർത്ഥനയിൽ, അത് അമ്മയും അച്ഛനും എല്ലാവരും കാണത്തക്ക തരത്തിൽ എനിക്ക് കിട്ടുവാനിടയായി തീർന്നു. ഞാൻ എല്ലായിടത്തും പോയിട്ട് വേദനയോടും നിലവിളിയോടും മടങ്ങി വരുന്ന എനിക്ക് ഒരു വല്ലാത്ത ഒരു ആശ്വാസം എനിക്ക് ആ ഒറ്റ പ്രാർത്ഥനയിൽ ലഭിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ആ സാർ പറഞ്ഞു, നമുക്ക് ഇത്ര ദിവസം ഇവളെ ഉപവസിപ്പിച്ച് പ്രാർത്ഥിപ്പിച്ച് നമുക്ക് ആ ബന്ധനത്തെ അഴിച്ചു വിടാം, പേടിക്കാൻ ഒന്നുമില്ല, ധൈര്യമായിരിക്കാൻ പറഞ്ഞു. നമ്മള് വേദന കൊണ്ട് എവിടെ ആശ്വാസം കിട്ടും, എവിടെ സമാധാനം കിട്ടുമെന്ന് നമ്മൾ നീറിപ്പുകയുന്ന ഒരു സമയമായിരുന്നു. ആ സാറിന്റെ ആശ്വാസം നിറഞ്ഞ വാക്കുകൾ, എനിക്കൊരു ജീവിതം ഉണ്ട് എന്നുള്ള ഒരു പ്രത്യാശ ആ വാക്കിൽ നിന്ന് ലഭിക്കുവാനിടയായി തീർന്നു. തൊട്ടടുത്തുള്ള ദിവസങ്ങൾ തന്നെ ഉപവാസത്തോടെ എന്നെ അമ്മയും അച്ഛനും എന്നെ കൊണ്ടുപോയ ഫാമിലിയൊക്കെ ആ സാറിന്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി. അങ്ങനെ എല്ലാരും ചുറ്റി വളഞ്ഞിരുന്ന് ബാൻഡൊക്കെ അടിച്ച് പാടി ഏതോ ഉച്ചയൊക്കെ അടുത്ത സമയത്ത് ഒരു വലിയ അടയാളത്തോടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏതോ വലിയ മരങ്ങളാണ് ഒടിഞ്ഞ്, നല്ല പുഷ്ടിയോടെ നിന്ന മരങ്ങളാണ് ഒടിഞ്ഞു വീണ് അങ്ങനെ ഒരു ഭയാനക സൗണ്ടോടുകൂടെ എന്നിൽ വേവിരിച്ചിരുന്ന് എന്നെ തകർത്ത് കളഞ്ഞ് എനിക്ക് ജീവിതമില്ലാതെയാക്കുവാൻ ശ്രമിച്ച, എനിക്ക് ഭാവി ഇല്ലാതാക്കുവാൻ ശ്രമിച്ച ആ പൈശാചിക ബന്ധനം എന്നിൽ നിന്ന് വിട്ടുമാറുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ സൗഖ്യമാകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഭവനത്തിൽ വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഭവനത്തിൽ വന്ന് പിന്നീട് ഞങ്ങൾ കടന്നു പോകുന്ന സഭയിൽ സൺഡേ ആരാധനയില്ല, വൈകുന്നേരം മാത്രമേ ആരാധനയുള്ളൂ. അങ്ങനെ ഞങ്ങള് ആരാധനയ്ക്ക് പോകുവാൻ ഇടയായി തീർന്നു. എന്നിട്ടും അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ വരത്തില്ല. അച്ഛൻ പറഞ്ഞു, നിനക്ക് ആണല്ലോ സൗഖ്യം കിട്ടിയത്, നീ പോ, എന്നെ വിളിക്കരുത്, എന്റെ പശ്ചാത്തലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഞങ്ങള് അമ്മയും അച്ഛനും അനുജത്തിയും ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. ഞങ്ങൾ പരസ്യമായിട്ട് തന്നെയാണ് ബൈബിളും കൊണ്ടുപോകാൻ ഇടയായി തീർന്നത്. കാരണം സ്വബോധമില്ലാത്ത എനിക്ക്, ദുർഗന്ധം വമിക്കേണ്ട എനിക്ക്, ആൾക്കാര് തള്ളിക്കളയേണ്ട എനിക്കൊരു പുതിയൊരു ജീവിതം തന്ന എന്റെ കർത്താവിന് വേണ്ടി നന്നായിട്ട് നടക്കണം, നന്നായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു സ്നേഹം എന്റെ ദൈവത്തെ അമ്മയ്ക്കോ അച്ഛനോ അനുജത്തിക്കോ ഇല്ലാത്ത ഒരു സ്നേഹം എന്റെ ദൈവം ആദ്യമേ എനിക്ക് തരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങള് ഭവനത്ത് നിന്ന് ഞങ്ങൾ ബൈബിളും കൊണ്ട് ഇറങ്ങുമ്പോൾ ഹൈന്ദവരൊക്കെ പരിഹസിക്കും. മാർത്തയെന്നും മറിയയെന്നും ജോസഫ് എന്നൊക്കെ പേരിടും. ഞങ്ങൾ ചിരിച്ചുകൊണ്ട് ഞങ്ങൾ പോകും. കാരണം അപ്പോഴും അച്ഛൻ കവറിലാണ് ബൈബിൾ കൊണ്ടുവരുന്നത്. അങ്ങനെ ചില നാളുകൾ മുന്നോട്ട് പോകുവാൻ ഇടയായി തീർന്നു. പിന്നെ അച്ഛനും കർത്താവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. അച്ഛനും കവറില്ലാതെ ബൈബിൾ പുറത്തു കൊണ്ടുവന്ന് ഞങ്ങൾ പരസ്യമായിട്ട് കർത്താവിനെ ആരാധിക്കുവാൻ പോവാൻ ഇടയായി തീർന്നു. ഇതിനിടയിൽ അച്ഛനും ശാരീരികമായ പെട്ടെന്ന് അസ്വസ്ഥതകൾ വന്നു. ഓപ്പറേഷനൊക്കെ ഫിക്സ് ചെയ്തു. അവിടെയും എന്റെ കർത്താവ് അച്ഛനെ ഓപ്പറേഷൻ കൂടാതെ അച്ഛനെ ദൈവം വിടിവിച്ചു. അതും അച്ഛന് വളരെ വിശ്വാസം
വിശ്വാസത്തിന് കാരണമായി തീർന്നു. അങ്ങനെ ഞങ്ങള് അങ്ങനെ ദൈവത്തെ സമാധാനത്തോടെ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അധികം ദൈവത്തിന്റെ സ്നേഹം എനിക്കൊരു നല്ല യേശുപ്പച്ചനെ കിട്ടി. കാരണം നമ്മുടെ വീട് മൊത്തവും ഹൈന്ദവ പിന്നെ ഫോട്ടോകളും വെച്ച് നാമം ചൊല്ലുന്ന ഒരു അവസ്ഥയാണ്. യേശുപ്പച്ചനെ അറിഞ്ഞതോടുകൂടെ ആ വിഗ്രഹത്തെയും ആ ഫോട്ടോയെയും ആ സകല സാധനങ്ങളും മൊത്തം ഞങ്ങള് വേസ്റ്റായ ഒരു കിണറ്റിൽ കൊണ്ടൊന്ന് തള്ളാനിടയായി തീർന്നു. കാരണം ഈ കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത ദൈവമല്ല ദൈവം. ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ യേശുവായ ജീവനുള്ള ദൈവം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടും ഉറപ്പോടും ഞങ്ങൾ അതൊക്കെ കൊണ്ടുപോയി കിണറ്റിൽ തള്ളിയിടുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ വളരെ പാസ്റ്റ് സാർ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പ്രാർത്ഥിക്കാൻ വരും. ഉപവാസവും പ്രാർത്ഥനയൊക്കെ വെച്ച് ഞങ്ങൾ ആക്റ്റീവായിട്ട് കർത്താവിന് വേണ്ടി മുന്നോട്ട് കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നുപോയി എൻ്റെ വയസ്സ് 17, 18 വിവാഹത്തിലേക്ക് കിടക്കുന്നു. അങ്ങനെ ഞാൻ കർത്താവിനെ ആരാധിച്ച് മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഞാൻ സ്നാനപ്പെടുവാനിടയായി. അവിടെ ആഭരണം ഇട്ടാണ് സ്നാനപ്പെടുന്നത്. കാരണം അച്ഛൻ പ്രധാനമായിട്ട് ആഭരണം ഒന്ന് മാറ്റി സ്നാനപ്പെടാൻ സമ്മതിക്കില്ല. എന്നാൽ അത് മതി എന്നുള്ള ചിന്തയിൽ ഞാൻ അവിടെ സ്നാനപ്പെടുവാനിടയായി. അങ്ങനെ കർത്താവിനെ എപ്പോഴൊക്കെ സമയം കിട്ടും അപ്പോഴൊക്കെ ഞാൻ യേശുപ്പച്ചന്റെ സന്നിധിയിൽ മുട്ടുമടക്കി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അന്ന് ഞങ്ങൾ സാമ്പത്തികമായി നന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇത് പറയാൻ കാരണം ഇനി പറഞ്ഞു വരുമ്പോൾ ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥകളൊക്കെ തകിടം മറിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ ചന്തയ്ക്ക് പോകാൻ വേണ്ടി തേങ്ങയൊക്കെ അടത്തിൽ ചെറിയ ലോറിയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അച്ഛൻ തലയൊക്കെ കോതിക്കൊണ്ട് നിൽക്കുന്ന സമയം ഞാൻ അപ്പോഴേ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ കർത്താവിന്റെ ഇടപെടൽ ഉണ്ടാകുവാനിടയായി തീർന്നു. എൻ്റെ കഴുത്തിലെ വലിയ ഒരു മഞ്ഞ പാമ്പ് കിടന്ന് റൗണ്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ വളരെ പേടിച്ച് കിടന്ന് വല്ലാതെ വിളിച്ചു. അങ്ങനെ എൻ്റെ കഴുത്തിൽ കിടന്ന ആ സ്വർണ്ണമാലയെ ഞാൻ പാമ്പെന്നുള്ള ചിന്തയില് വലിച്ചു പൊട്ടിച്ച് 4-5 കഷ്ണമായിട്ട് ദൂരെ എടുത്തെറിയാൻ ഇടയായി തീർന്നു. എന്നിട്ട് ഞാൻ അമ്മയെ കിടന്ന് വിളിച്ചു. അമ്മ പെട്ടെന്ന് വാ അമ്മ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ കിടന്ന ബ്രേസ്ലെറ്റും വളയും മോതിരവും കമ്മലൊക്കെ വേഗത്തിൽ ഊരിത്തരാൻ പറഞ്ഞു. ഞാൻ അമ്മയെ വന്ന് വേഗത്തിൽ ഊരിത്തരുവാൻ ഇടയായി തീർന്നു. ആ സമയത്ത് എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഒന്ന് മാത്രം പറഞ്ഞാൽ മതി. അച്ഛൻ ആ സമയത്തുണ്ടായിരുന്നു. അല്ലെങ്കിൽ അച്ഛൻ പറയുമായിരുന്നു, ഏതെങ്കിലും പാസ്റ്റർമാര് വന്ന് പറഞ്ഞു ആണിത് ചെയ്തതെന്ന് അച്ഛൻ പറഞ്ഞ് വളരെ പ്രശ്നം വീട്ടിൽ ഉണ്ടാക്കുമായിരുന്നു. അച്ഛൻ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് അച്ഛൻ അത് മനസ്സിലാകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ആഭരണം മാറ്റുവാൻ ഇടയായി തീർന്നു. എന്നിട്ടും അനിയത്തിയോ അമ്മയോ അച്ഛനോ ആരും മാറ്റിയിട്ടില്ല. എൻ്റെ യേശുപ്പൻ ആ പ്രതിസന്ധിയിൽ ആ കണ്ണുനീരിന്റെ വാക്കിൽ എന്നെ അധികം സ്നേഹിച്ച് എൻ്റെ അടുക്കലേക്ക് വന്നു. കർത്താവ് എന്നെ ഘട്ടം ഘട്ടമായി എന്നെ വിടിവിക്കുവാനും എന്നെ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് കൂടുതലായിട്ട് അടുപ്പിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ ആഭരണം മാറ്റി ഞാൻ പിറ്റേ ആഴ്ചയിലെ ആരാധനയ്ക്ക് ഞാൻ പോകുന്ന ആ സാറിന്റെ അവിടെ പോകുവാനിടയായി. അങ്ങനെ ദേശക്കാരറിഞ്ഞു, ബന്ധുക്കൾ അറിഞ്ഞു. ഞാൻ പള്ളിയിലായത് അവർ രോഗമായി അവർ സൗഖ്യമായി അങ്ങനെ പള്ളിയിൽ പോകുന്നുവെന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ ആഭരണം കൂടെ മാറ്റിയപ്പോൾ എല്ലാവരുടെ സ്വഭാവം അങ്ങ് മാറി. ആദ്യമായിട്ട് ഞാൻ പള്ളിയിൽ പോകുന്ന സാറ് തന്നെ എന്നെ വഴക്ക് പറയാനിടയായി. മോളെ നീ ഇതെന്താണ് ഇത് കാണിച്ചത്? നിന്റെ അമ്മയും പപ്പയും നീ ഓർത്തോ? ഇനി ആര് നിന്നെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. ഞാൻ കരയുകയല്ലാതെ എനിക്ക് ആരും ആശ്രയമില്ലായിരുന്നു. അമ്മയും അച്ഛനും എന്നെ വഴക്ക് പറയണ്, ഇനി നിന്നെ ആര് കൊണ്ടുപോകും? അങ്ങനെ ദേശക്കാരും ബന്ധുക്കളും അച്ഛന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അവരൊക്കെ ഓരോരോ ജാതിയുടെ പേരാണ് പറയുന്നത്. ഇന്ന ജാതിയല്ലേ ഇന്ന് രാമേന്ദ്രന്റെ മോളെ കൊണ്ടുപോകുള്ളൂ, കാതിലില്ല കഴുത്തിലില്ല, ഇനി ആര് നിന്റെ മോളെ കൊണ്ടുപോകുന്നൊക്കെ അച്ഛന് പുറത്തിറങ്ങാൻ പറ്റാതെ അച്ഛന്റെ കൂട്ടുകാരും ദേശക്കാരൊക്കെ അച്ഛനോട് സംസാരിപ്പാൻ ഇടയായി തീർന്നു. അച്ഛൻ വീട്ടിൽ വന്ന് അമ്മയുടെ അടുത്ത് രഹസ്യമായി പറഞ്ഞ് അമ്മയും അച്ഛനും
വളരെ സങ്കടത്തിലും കരച്ചിലുമായി. എന്നാലും ഇത് കേട്ട് മനസ്സിലാക്കിയ ഞാൻ ദൈവത്തോട് തീരുമാനമെടുത്തു, യേശുപ്പച്ച, എന്റെ ദൈവം എനിക്ക് ദോഷമായിട്ടൊന്നും വരില്ല. സ്വബോധം ഇല്ലാതിരുന്ന എനിക്ക് ഈ ഒരു അവസ്ഥ, ആ ഒരു രോഗാവസ്ഥയിലാണ് ഞാൻ മുന്നോട്ട് പോയിരുന്നെങ്കിൽ അമ്മയും അച്ഛനും നോക്കുന്നതിനൊരു പരിധിയുണ്ട്. പിന്നീട് അവര് എന്നെ സെല്ലിൽ എവിടെയെങ്കിലും കൊണ്ട് തള്ളും. അവിടെ കിടന്ന് എന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ട ഞാൻ, എന്റെ ദൈവം എന്നെ വിടിവിച്ച് എന്നെ ഇത്രത്തോളം എന്റെ ദൈവം ഉയർത്തിക്കൊണ്ടുവന്ന ദൈവത്തിന് വേണ്ടി എനിക്ക് അധികം പ്രയോജനപ്പെടണമെന്ന ഒരു തീക്കനല്, ആ ഒരു സ്നേഹം എന്റെ ദൈവം എന്റെ ഉള്ളിൽ തരുവാൻ ഇടയായി തീർന്നു. ഉറച്ചു വിശ്വസിച്ചു. എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞിട്ടും തള്ളി പറഞ്ഞിട്ടും ഞാൻ പിന്മാറിയില്ല. പിന്നെ ഞാൻ വിദ്യാഭ്യാസം ചെയ്യുന്നതിനോട് കൂടെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ദൈവസന്നിധിയിലെ എന്റെ ഭാവിക്ക് വേണ്ടി ഞാൻ ഉപവസിക്കാൻ തുടങ്ങി. ആ സമയത്ത് തന്നെ ഞങ്ങളെ വീട്ടിലെ പശുക്കളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും അതൊക്കെ പരിപാലിക്കും. അങ്ങനെ പാല് വിറ്റ് എനിക്ക് അച്ഛൻ അറിയാതെ വലിയ ഒരു പാത്രത്തിൽ നിറച്ച് ആഭരണം ഒരുക്കി വെക്കണമെന്ന് അമ്മയ്ക്ക് പണ്ടേ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അമ്മ പാത്രമൊക്കെ വാങ്ങിച്ചു. അങ്ങനെ പൈസ ഒരാളെ കൊടുത്തു വളർത്തി നല്ല എമൗണ്ട് ഒക്കെ ആയി. ആ സമയത്ത് അങ്ങനെ എമൗണ്ടായി ഒരു വ്യക്തിയെ നിർത്തിയിരിക്കുന്ന ആ സമയം ആയപ്പോഴ് അവര് വേറെ ആർക്കോ മൊത്തത്തിൽ പൈസ മറിച്ചു കൊടുത്ത് ആ ക്യാഷ് മൊത്തം നഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ അമ്മ സമ്പാദിച്ച സാമ്പത്തികം മൊത്തം തകരുവാനിടയായി തീർന്നു. ഞങ്ങൾ വളരെ സാമ്പത്തികമായിട്ട് ഇതൊക്കെ ഞാൻ ആലോചിക്കും. ഇപ്പൊ ഇതൊക്കെ എന്റെ യേശുപ്പച്ചന്റെ പദ്ധതിയായിരുന്നു. അച്ഛന്റെ കയ്യിലോ അമ്മയുടെ കയ്യിലോ വസ്തുക്കളൊക്കെ ഇപ്പോഴും ഉണ്ട്. എങ്കിലും ഞങ്ങളുടെ സാമ്പത്തികം മൊത്തം വല്ലാതെ അലച്ചിലുണ്ടാകുവാനിടയായി തീർന്നു. ഇത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അച്ഛൻ എന്നെ ഒരിക്കലും ഈ ഒരു അനുഭവത്തിലേക്ക് എന്നെ അച്ഛൻ കൈപിടിച്ച് വിടുകയില്ലായിരുന്നു. അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എന്റെ ഭാവിക്ക് വേണ്ടി ഞാൻ ഉപവസിക്കാൻ തുടങ്ങി. ശനിയാഴ്ച എന്റെ വിദ്യാഭ്യാസത്തിനിടയിൽ ശനിയാഴ്ച എന്നുള്ള ദിവസം ഞാൻ ദൈവസന്നിധിയിൽ ഭവനത്തിൽ നിന്ന് ഉപവസിക്കും. അന്ന് അച്ഛൻ വീട്ടിൽ ഇരിക്കില്ല. കാരണം ഞാൻ യേശുപ്പച്ചനോട് കരച്ചിലോ കരയും, കരഞ്ഞ് നിലവിളിക്കും, യേശുപ്പച്ച, ദൈവം എനിക്ക് സൗഖ്യം തന്നു. ആ യേശുപ്പച്ചന് എനിക്ക് ഭാവി തരാൻ എനിക്ക് എന്റെ യേശുപ്പച്ചന് കഴിയും. എനിക്ക് ഒന്നും അറിയില്ല പറയാൻ. കാരണം ചർച്ചിൽ ഞങ്ങൾ നാമം ചൊല്ലി ആ ഒരു ഹിന്ദു അനുഭവത്തിൽ ജീവിച്ച് വളർന്നത് കൊണ്ട് പാടാൻ അറിയില്ല, രാഗമില്ല. ആ ഒരു സങ്കടം. ചർച്ചിൽ പോകുമ്പോൾ എല്ലാവരും പാടുമ്പോൾ എനിക്ക് പാടാൻ പറ്റുന്നില്ല. ഞങ്ങൾ വായിച്ചു വിടുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ യേശുപ്പച്ചനോട് കരയാനിടയായി. ബൈബിള് വായിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെ വളരെ എന്തിനൊക്കെ ഞാൻ എൻ്റെ യേശുപ്പനോട് ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചോ അവിടെയൊക്കെ എൻ്റെ യേശുപ്പ എന്നെ എല്ലാത്തിനും എൻ്റെ യേശുപ്പ എനിക്ക് കഴിവും പ്രാപ്തിയൊക്കെ എൻ്റെ ദൈവം തന്ന് ഇന്നുവരെ എന്നെ നടത്തി. അങ്ങനെ ഞാൻ എൻ്റെ ഭാവിക്ക് വേണ്ടി ഞാൻ കരയുവാനിടയായി തീർന്നു. എന്റെ യേശുപ്പ എന്റെ അടുക്കൽ വന്ന് എനിക്ക് സൗഖ്യമായ അന്ന് മുതലേ ആരും പറയാതെ തന്നെ എനിക്ക് യേശുപ്പച്ചന്റെ വേല ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ കിടന്നു. ഞാൻ അതിനു വേണ്ടി യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, യേശുപ്പച്ച, എന്നെ ഒരു വിശ്വാസിയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിൽ ഒരു സൺഡേക്ക് എന്നെ ചർച്ചിൽ കൊണ്ടുപോകും. അതിൽ കൂടുതൽ ആരും എന്നെ കൊണ്ടുപോകില്ല. പക്ഷേ അങ്ങനെ പോവേണ്ടതല്ല ഞാൻ. എനിക്ക് എപ്പോഴും എൻ്റെ യേശുപ്പച്ചന്റെ സന്നിധിയിൽ എനിക്ക് പോകണം, എനിക്ക് ചെല്ലണം, എനിക്ക് ആരാധിക്കണം എന്നുള്ള വാഞ്ച എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി. അങ്ങനെ ഞാൻ യേശുപ്പച്ചനോടും ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനിടയായി. യേശുപ്പച്ച, എനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ എനിക്കൊരു പാസ്റ്ററുമായിട്ടായിരിക്കണം എൻ്റെ വിവാഹം. ഞാൻ എൻ്റെ യേശുപ്പച്ചന്റെ വേല ചെയ്യാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. യേശുപ്പ, വചനം വായിച്ചപ്പോഴ് ഞങ്ങൾ വിഗ്രഹത്തെ ചുമന്ന് വിഗ്രഹത്തെ ആരാധിച്ച ഞങ്ങൾക്ക് 4ാം തലമുറയിൽ പോലും യേശുപ്പച്ചന്റെ അടുക്കൽ വരുവാനോ യേശുപ്പച്ചനെ വേല ചെയ്യുവാനോ നമ്മൾ അർഹത യോഗ്യത ഉള്ളവരല്ല. അതെനിക്ക് ഈ വചനം വായിച്ചപ്പോൾ മനസ്സിലായി യേശുപ്പച്ച. എങ്കിലും യേശുപ്പ എന്നെ സ്നേഹിക്കണം, യേശുപ്പച്ചന്റെ വേല എനിക്ക് ചെയ്യണമെന്ന് ഞാൻ വളരെ യേശുപ്പച്ചനോട് മുട്ടിപ്പായിട്ട് ഞാൻ പറയാനിടയായി. ഞാൻ വീണ്ടും യേശുപ്പ, ആരും പറഞ്ഞിട്ടില്ല, ഞാൻ വീണ്ടും പറഞ്ഞ് രഹസ്യത്തിലാണ് കരയുന്നത്. ഞാൻ പറഞ്ഞു, യേശുപ്പ, ഒരു ദിവസം ആയാലും യേശുപ്പന് ഇഷ്ടമില്ല ഞാൻ യേശുപ്പച്ചന്റെ വേല ചെയ്യുന്നത്. എങ്കിലും ഒരു ദിവസം ആയാലും ഞാൻ ഒരു പാസ്റ്ററുമായിട്ട് വിവാഹം കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ യേശുപ്പന്റെ വേല ചെയ്തിട്ട് പിന്നീട് യേശുപ്പ എന്റെ ജീവൻ എടുത്തോ എന്നൊക്കെ ഞാൻ എൻ്റെ യേശുപ്പനോട് പ്രാർത്ഥിക്കാനിടയായി. അമ്മയും അച്ഛനും ഇത് അറിയില്ല. ഞാൻ എൻ്റെ വിഷമം കൊണ്ട് എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. എന്നാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്റെ ഉപവാസത്തിനും എന്റെ പ്രാർത്ഥനയ്ക്കും എന്റെ ദൈവം എനിക്ക് മറുപടി തരുവാനിടയായി തീർന്നു.
അങ്ങനെ വിവാഹപ്രായമായെത്തി. എനിക്ക് ആലോചനകൾ വരുവാൻ തുടങ്ങി. അങ്ങനെ നെയ്യാറ്റിൻകര കമുങ്കോട് എന്ന് പറയുന്ന ഒരു ചർച്ചുണ്ട്. അവിടെ ഈഴവരുടെ ഒരു ചർച്ചാണ്. ഞങ്ങൾ ഈഴവരായതുകൊണ്ട് അവിടുന്ന് ആലോചനകൾ വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ വന്നപ്പോഴ് ജാതകം വേണം. ജാതകം ഞങ്ങൾക്ക് അച്ഛൻ രണ്ടുപേർക്കും നല്ല വില കൊടുത്ത് ജാതകങ്ങളൊക്കെ ചെയ്തു. ഞങ്ങളുടെ ഭാവികാല ജാതകം അച്ഛൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ കല്യാണ ആലോചന വന്നപ്പോ ജാതകം വേണം, ഇവര് ജാതകം നോക്കുന്നതാണ്. അങ്ങനെ ജാതകം എടുത്ത് തരാൻ പറഞ്ഞു. അച്ഛൻ വന്നവരെ കയ്യിൽ ജാതകം എടുത്തു കൊടുത്തു. അവര് കൊണ്ടുപോയി. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ, ഈ ജാതകം നമുക്ക് ആവശ്യമില്ലല്ലോ. നമ്മൾ ജാതകം നോക്കി വിവാഹം കഴിക്കേണ്ടവരല്ലല്ലോ അച്ഛാ. എന്റെ യേശുപ്പ എന്നെ വിടുവിച്ചില്ലേ അച്ഛാ, അച്ഛൻ ഇതെന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചു. അങ്ങനെ അച്ഛൻ മറുപടി ഒന്നും പറയുന്നില്ല. കാരണം മോളെ കല്യാണം നടക്കട്ടെ എന്നുള്ള ചിന്തയിലായിരിക്കണം. അങ്ങനെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് അച്ഛൻ വീട്ടിലില്ലായിരുന്ന സമയത്ത് ആ ജാതകം വാങ്ങിച്ചുകൊണ്ട് പോയ വ്യക്തി ജാതകം കൊണ്ട് വരുവാനിടയായി തീർന്നു. അങ്ങനെ ജാതകം കൊണ്ട് വന്നപ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ ഇതൊരു ദൈവം തന്ന ഒരു സമയമെന്ന് കരുതി ഞാൻ എന്റെ അനുജത്തിയുടെ ജാതകവും എന്റെ ജാതകവും കൂടെ ഞാൻ എടുത്ത് ചുട്ടു. കാരണം ഇനി ഒരിക്കലും ജാതകം നോക്കി ഒരു വിവാഹം എനിക്ക് വേണ്ട എന്നുള്ള ചിന്തയില് ദൈവത്തിന്റെ വചനം കേട്ടും വായിച്ചു എന്റെ യേശുവിനെ ഞാൻ അതിയായി അങ്ങ് വിശ്വസിച്ചു. അങ്ങനെ ഞാൻ ജാതകം എടുത്ത് ചുടുവാനിടയായി തീർന്നു. ചില ആഴ്ചകൾ മുന്നോട്ട് കടന്നു, അച്ഛൻ അറിഞ്ഞില്ല. ചില ആഴ്ചകൾ മുന്നോട്ട് കടന്നു പോയപ്പോൾ വീണ്ടും ഒരാലോചന വരുവാനിടയായി തീർന്നു. അവര് വീണ്ടും ജാതകം ചോദിച്ചു. അച്ഛൻ ജാതകമൊക്കെ മേശയ്ക്കകത്ത് നോക്കിയപ്പോ ജാതകം കണ്ടില്ല. അച്ഛൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു, ജാതകം എന്ത് ചെയ്തെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അച്ഛാ, എനിക്ക് ജാതകം നോക്കി ഒരു വിവാഹം വേണ്ട, അതുകൊണ്ട് ഞാൻ എന്റെയും അനുജത്തിയുടെയും ജാതകം എടുത്ത് ചുട്ടു കളഞ്ഞച്ചാന്ന് പറഞ്ഞു. അച്ഛൻ എന്നെ അടിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. അച്ഛൻ എന്നെ പറയാൻ പറ്റാത്തതൊക്കെ അച്ഛൻ എന്നെ പറയുകയും ശാപം ഇടുകയൊക്കെ ചെയ്തു. ഞാൻ കരഞ്ഞ് ഞാൻ ഡയറിയിലെല്ലാം കുറിച്ചു വെച്ചു. അച്ഛന്റെ വേദന, അച്ഛൻ അനുഭവിക്കുന്ന നാണക്കേട്, പരിഹാസം, ചോദ്യം, ഇതിന്റെയൊക്കെ മുമ്പിലുള്ള വിഷമം കൊണ്ട് അച്ഛൻ എന്നെ വിഷമപ്പെടുത്തി. ഞാൻ അതൊക്കെ ഡയറിയിൽ കുറിച്ചു വെക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ഉപവാസത്തോടെ ഞാൻ ദൈവത്തോട് എന്റെ വിവാഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ അങ്ങനെ ഒരു സമയത്ത് കർത്താവിന്റെ ദാസൻ പറഞ്ഞ സാക്ഷ്യമാണ്. കർത്താവിന്റെ ദാസൻ റാന്നി ഫെയ്ത്ത് ബൈബിൾ കോളേജിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തില് തന്റെ ദാസനും ഇതേ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് വളരപ്പെട്ട ദാസനാണ്. ആ 2 മക്കളാണ്. രണ്ടുപേരും കർത്താവിന്റെ വേലയിലാണ്. ആദ്യം അവർ RSSന്റെ പ്രവർത്തകരായിരുന്നു. മമ്മിക്ക് ബലഹീനതയായിരുന്നു. മമ്മിയെ ദൈവം തൊടുവാനും വിടിവിച്ചു. രഹസ്യമായി മമ്മി പള്ളിയിൽ പോവാൻ തുടങ്ങി. പിന്നെ മൂത്ത ജ്യേഷ്ഠൻ പള്ളിയിൽ പോവാൻ ഇടയായി തീർന്നു. എന്നിട്ടും ഇളയ ആളാണ് എന്റെ ഹസ്ബൻഡ്. പള്ളിയിൽ പോകില്ല. RSSന്റെ പ്രവർത്തകനാണ്, മുഖ്യ ശിഷ്യൻ, എല്ലാം ശാഖയിൽ പഠിപ്പിക്കുന്ന ആളാണ്. അങ്ങനെ വളരെ പ്രതിസന്ധി കർത്താവിന്റെ ദാസ മുഖാന്തര ഭവനത്തിലൊക്കെ സംഭവിച്ചുവെങ്കിലും കർത്താവ് വഴിയെ ഒരു ദിവസം മൂത്ത ജ്യേഷ്ഠൻ ഇറ്റാർസി ബൈബിൾ കോളേജിലാണ് പഠിച്ചിരുന്നത്. അവിടെ ആയിരുന്ന സമയത്ത് ചർച്ചിലെ ഫാസ്റ്റിംഗ് 7 ദിവസത്തെ ഫാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ആ ഫാസ്റ്റിംഗില് മമ്മിയെ വിളിക്കാൻ പോവാൻ ആരുമില്ലാതെ മമ്മി വിഷമത്തോടെ ഇരുന്ന് കരയുന്നത് കർത്താവിന്റെ ദാസൻ കാണാൻ ഇടയായി തീർന്നു. അപ്പൊ എന്താണ് മമ്മി കരയുന്നതെന്ന് ചോദിച്ചപ്പോഴ് ചർച്ചിൽ ഫാസ്റ്റിംഗ് നടക്കുന്നുണ്ട്, അതിൽ പോയി സംബന്ധിച്ചാൽ രാത്രി വിളിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു. അതിനെന്ത്, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ശാഖ കഴിഞ്ഞ് 7 മണിക്ക് ചർച്ചിൽ വിളിക്കാൻ പോകുന്നു. അപ്പം കർത്താവിന്റെ ദാസന് എപ്പോഴാണ് ആരാധന കഴിയുന്നതെന്നോ തുടങ്ങുന്നതെന്നോ അറിയാത്ത ആളായിരുന്നു. അങ്ങനെ വിളിക്കാൻ പോയപ്പോഴേ അവിടെ കറണ്ട് ഇല്ലാത്ത ചർച്ചായിരുന്നു. പെട്രോൾ മാക്സ് ഒക്കെ ശരിയാക്കി ആരാധനയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം കർത്താവിന്റെ ദാസൻ പുറത്തു നിന്നിട്ട് പറഞ്ഞു, മമ്മിയെ ഇറക്കി വിടാൻ പറഞ്ഞു. അപ്പോൾ ആ ചർച്ചിലെ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ആരാധന തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ മോനെ, നീ കയറി ഇരിക്കെന്ന് പറഞ്ഞു. അങ്ങനെ 3 വട്ടം വന്നു കർത്താവിന്റെ ദാസനെ വിളിച്ചപ്പോഴ് ആരോ ഒരാള് വന്ന് ഹൃദയത്തിൽ സംസാരിച്ചു, നിന്റെ അപ്പൻ നിന്റെ അടുത്ത് സംസാരിച്ചാൽ നീ കയറി ഇരിക്കില്ലേ എന്ന് ഒരു വലിയൊരു ശാസന സൗണ്ട്
ഹൃദയത്തിൽ തോന്നുവാനിടയായി. തന്റെ ദാസൻ പോലും അറിയാതെ ആ ആലയത്തിൽ കയറുവാൻ ഇടയായി തീർന്നു. എന്തോ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ആലയത്തിൽ കയറി ഇരിക്കാൻ ഇടയായി തീർന്നു. എന്നാൽ അന്ന് വന്ന ഗസ്റ്റ് ശുശ്രൂഷയ്ക്ക് എണീറ്റപ്പോൾ ഇങ്ങനെ ഒരു ദൈവശബ്ദം പറഞ്ഞെന്ന്, ഒരു ഈ ക്രിസ്തുവാകുന്ന വലയില് ഒരു മീൻ അകപ്പെട്ടിട്ടുണ്ട്, നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാമെന്ന്. മമ്മിയെ വിളിക്കാമെന്ന കർത്താവിന്റെ ദാസൻ അന്ന് ആ രാത്രികാലം ആലയത്തിലെ ആത്മാഭിഷേകം പ്രാപിച്ചാണ് പുറത്തിറങ്ങുവാൻ ഇടയായി തീർന്നത്. എന്റെ സ്വർഗത്തിലെ ദൈവം തന്റെ ദാസനെ ദൈവം മാറ്റിമറിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ കർത്താവിന് ദാസൻ ചില കാലഘട്ടങ്ങൾ കഴിഞ്ഞു. റാന്നി ഫെയ്ത്ത് ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ പോയി. അങ്ങനെ മുന്നോട്ട് പോയി. വിവാഹ സമയമായി. തന്റെ ദാസന്റെ ഭവനത്തിൽ ഒരു ഫാസ്റ്റിംഗ് പ്രയർ വെക്കുവാൻ ഇടയായി തീർന്നു. അന്ന് ക്ഷണിക്കപ്പെട്ട കർത്താവിന്റെ ദാസൻ വന്നു പറഞ്ഞു, എന്താണ് ഇന്നത്തെ വിഷയം എന്ന് ചോദിച്ചപ്പോൾ എന്റെ ഇളയ മോന്റെ ഭാവിക്ക് വേണ്ടിയാണ് എന്ന് പറയാൻ ഇടയായി തീർന്നു. ആ കർത്താവിൻ ദാസൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അതിനു വേണ്ടിയാണെങ്കിൽ ഈ പ്രാർത്ഥന ആവശ്യമില്ല, കർത്താവിന്റെ ദാസനുള്ള തുണയെ ദൈവം ഒരുക്കി കഴിഞ്ഞു എന്ന് പറയാൻ ഇടയായി തീർന്നു. അങ്ങനെ കുറച്ചു നേരം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ യോഗം അവസാനിപ്പിക്കുവാൻ ഇടയായി തീർന്നു. 2 ദിവസം കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ മൂത്ത ജ്യേഷ്ഠനും അമ്മിയും കൂടെ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ദേശവും എന്റെ പേരും എന്റെ ചർച്ചും സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ മൂത്ത ജ്യേഷ്ഠൻ ഞങ്ങളുടെ ചർച്ചിൽ വിളിക്കുവാൻ ഇടയായി തീർന്നു. ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടോ എന്ന് ചോദിപ്പാൻ ഇടയായി തീർന്നു. പാസ്റ്റർ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം മൂത്ത ജ്യേഷ്ഠൻ എന്നെ കാണാൻ വന്നു. പിന്നെ മമ്മി വന്നു. പിന്നെ കർത്താവിന് ദാസനെ വിളിച്ചു പറഞ്ഞു. കർത്താവിന്റെ ദാസൻ വരുവാൻ ഇടയായി തീർന്നു. വന്ന് കണ്ടു, കടന്നുപോയി. പക്ഷേ ഉറപ്പൊന്നും പറഞ്ഞില്ല, കടന്നുപോയി. അങ്ങനെ പത്തനംതിട്ട റാന്നി ബസ്സിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്റെ ദാസനോട് ഇടപെടുവാൻ ഇടയായി തീർന്നു. ഒരു ചെറിയ ആയതുകൊണ്ട് തോന്നിയതാണോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഉണരുവാൻ ഇടയായി തീർന്നു. കർത്താവിന്റെ ആത്മാവ് പറയുവാൻ ഇടയായി തീർന്നു, നിനക്ക് ദൈവം ഒരുക്കപ്പെട്ട തുണയാണ്, ഇതിന് കൈ കൊടുക്കുവാൻ പറഞ്ഞു. അങ്ങനെ 3 വട്ടം പരിശുദ്ധാത്മാവ് തന്റെ ദാസനോട് ഇടപെടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ മമ്മിയുടെ അടുത്ത് വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നു, ഈ വിവാഹാലോചന നമുക്ക് ഉറപ്പിക്കാം, മുന്നോട്ട് പോകാമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ സ്വർഗത്തിലെ ദൈവം എനിക്ക് കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവിന്റെ ദാസനെ എന്റെ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഒരുക്കി തന്നു. അങ്ങനെ എന്റെ വിവാഹം ഉറച്ചു. എന്റെ ഫാമിലിയില് ഇങ്ങനെ ഒരു ബെന്തക്കോസ് വിവാഹം ജീവിതത്തിൽ നടന്നിട്ടില്ല. ഈ 25 വർഷമായിട്ടും ആരുടെ വിവാഹവും അങ്ങനെ നടന്നിട്ടില്ല. എന്റെ വിവാഹം ഞങ്ങളുടെ ഫാമിലിക്ക് ഒരു അത്ഭുതമായിരുന്നു. കാരണം പട്ടുസാരി ഉടുത്ത് പൂവൊക്കെ വെച്ച് ആ ഒരു വിവാഹമായിരുന്നു ഞങ്ങളുടെ ഫാമിലിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ വെള്ള സാരിയും കോട്ടും ഒക്കെ ഇട്ടുള്ള വിവാഹം എല്ലാവരും അതിശയത്തോടെയാണ് ആ വിവാഹം നോക്കിയത്. അത്ഭുതകരമായിട്ട് എന്റെ സ്വർഗത്തിലെ ദൈവം ഒരു കുറവും വരാതെ സാമ്പത്തികമായിട്ടായാലും എല്ലാ തരത്തിലും എന്റെ സ്വർഗത്തിലെ ദൈവം എല്ലാം ചന്തമായിട്ട് ഭംഗിയായിട്ട് ആലയത്തിലെ എല്ലാവരുടെ സഹകരണത്തോടെ ആ വിവാഹം അനുഗ്രഹമായി. ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു വിവാഹം നടന്നിട്ടില്ല. ആ തരത്തിൽ എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ മാനിക്കുവാൻ ഇടയായി തീർന്നു. ആ കാലഘട്ടം മുതല് ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നു. വിവാഹത്തിന് മുന്നമേ പല പാസ്റ്റർമാരും ഞങ്ങളുടെ ചർച്ചില് ഫാസ്റ്റിങ്ങിന് വരുമ്പോൾ പറയും, നിന്നെ ദൈവം അനേകർക്ക് സാറയായിട്ട് ദൈവം ഉപയോഗിക്കുന്നു. അപ്പോഴൊന്നും എനിക്ക് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അനേകർക്ക് നീ ഒരു മാതാവായി തീരുമെന്നൊക്കെ ദൈവാലോചനയും ദൈവശബ്ദമൊക്കെ എനിക്കുണ്ട്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ കാലങ്ങൾ മുന്നോട്ട് കടന്നു പോയപ്പോഴാണ്, സഭാ ഫീൽഡിൽ പോയപ്പോഴാണ് അനേകർക്ക് ചേച്ചിയായിട്ടും അനുജത്തിയായിട്ടും മാതാവായിട്ടും അങ്ങനെയൊക്കെ അവര് സംബോധന ചെയ്ത് വിളിക്കുമ്പോഴും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ എന്നോട് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ കാലങ്ങൾക്ക് മുന്നമേ എന്നോട് പറഞ്ഞ ദൈവശബ്ദം ഞാൻ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. എന്റെ സ്വർഗത്തിലെ ദൈവം എനിക്ക് നല്ലൊരു കുടുംബ ജീവിതം തന്നു. കർത്താവിന്റെ വേല ചെയ്യുന്നു. എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മകൻ 22 വയസ്സായി. അവൻ എറണാകുളത്ത് എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. ഇളയത് മകളാണ്. അവള് +1 പഠിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഈ കുടുംബജീവിതം ഇത്രത്തോളം കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിന്റെ വേലയിൽ ഇതുവരെയും പ്രയോജനപ്പെടുന്നു. ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, അവസാന നിമിഷം വരെയും കർത്താവിന്റെ വേല ചെയ്ത് കർത്താവിന്റെ നിത്യതയിൽ ചേരണമെന്നുള്ള ഒരു ആഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ശേഷിപ്പായിട്ടുള്ളത്. കാരണം ദൈവം
കണ്ണുനീര് കണ്ട് മനസ്സരിയുന്ന ദൈവം, കണ്ണുനീര് കണ്ട് മറികടന്നു പോകുന്ന ഒരു അപ്പനല്ല. ഈ കാലഘട്ടങ്ങളില് എത്ര വിടുതലാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയെന്ന് എനിക്ക് എണ്ണിയാൽ തീരാത്ത നന്മകൾ ഇന്നുവരെയും. കഴിഞ്ഞ ചർച്ചിലെ കഴിഞ്ഞ ഫാസ്റ്റിംഗ് പ്രയറിലും എൻ്റെ ദൈവം ഇത്രത്തോളം എന്നെ അറിയുന്നല്ലോ. എൻ്റെ ശരീരാവസ്ഥയായാലും എൻ്റെ മുന്നോട്ടുള്ള ജീവിതമായാലും എല്ലാം എൻ്റെ ദൈവം എന്നോട് സ്പഷ്ടമായി ഇടപെടുകയും സംസാരിക്കുന്ന ഒരു നല്ല ദൈവത്തെ എനിക്ക് കിട്ടിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് കോടി കോടി സ്തോത്രം ചെയ്യുന്നു. ഇനി ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായാലും ഇനി ഞങ്ങളുടെ ജാതിയിൽപ്പെട്ട വിവാഹമാണോ അങ്ങനെ ഒന്നും ഞങ്ങൾക്കൊരു നിർബന്ധമല്ല. കാരണം രക്ഷിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലി എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന നിന്ദയും പരിഹാസവും കൊണ്ടാണ് ഞാനും ദൈവത്തോട് പ്രാർത്ഥിച്ചു, യേശുപ്പാ എല്ലാവരും പറഞ്ഞില്ലേ എന്നെ ഇങ്ങനെയുള്ളവരെ ഇനി കൊണ്ടുപോകുള്ളെന്ന്. അതുകൊണ്ട് യേശുപ്പൻ ഞങ്ങളിൽപ്പെട്ട ഒരു പൈതലിനെ തന്നെ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ജനം അറിയണം, ലോകം അറിയണം, കുടുംബം അറിയണം. ഒന്നോ രണ്ടോ ജാതിയല്ല എൻ്റെ യേശുപ്പനെ സേവിക്കുന്നത്. ഈ ലോകത്തിൽ എത്ര ജാതി ഉണ്ടോ ആ ജാതി മൊത്തവും എൻ്റെ കർത്താവിൻ്റെ മക്കളാണെന്ന് ഞങ്ങളുടെ കുടുംബക്കാരറിയണം, ദേശക്കാരറിയണം, ലോകം അറിയണമെന്ന് ഞാൻ അന്നും ദൈവത്തോട് ആഗ്രഹിച്ചു. ഇന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കൊരു അനുജത്തിയാണുള്ളത്. അവള് നമ്മുടെ AG അസംബ്ലി സപ്പോർട്ട് ചർച്ചിൽ തന്നെയാണ് വിവാഹം കഴിച്ചത്. വിശ്വാസിയാണ്. പക്ഷേ കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആദ്യമേ അവൾക്ക് ആഗ്രഹം, അവൾക്ക് എൻ്റെ ആഗ്രഹം പോലെ പാസ്റ്ററുമായിട്ട് വിവാഹം കഴിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. പക്ഷേ വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോൾ എന്നോട് പറയുമായിരുന്നു, ചേച്ചി ഞാനും പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നല്ലോ. ചേച്ചിയുടെ ഈ കുടുംബജീവിതം കാണുമ്പോൾ ചേച്ചിക്ക് ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 7 ദിവസവും യേശുപ്പച്ചനെ ആരാധിക്കാമല്ലോ, ആലയത്തിൽ പോകാമല്ലോ, ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നല്ലോ, എനിക്ക് അങ്ങനത്തെ ഒരു അവസരം ഇല്ലല്ലോ ചേച്ചി എന്നൊക്കെ അവൾ ചിലപ്പോഴൊക്കെ സങ്കടത്തോടെ ഭാരപ്പെട്ട് പറയാറുണ്ട് എന്നോട്. ആ സമയം കാരണം അമ്മയും ഇപ്പോഴും അമ്മയും അച്ഛനും എനിക്കുണ്ട്. അമ്മയും അച്ഛനും ആയുസ്സോടും ആരോഗ്യത്തോടും ബലത്തോടും ആയിരിക്കുന്നു. ചില കാലഘട്ടങ്ങൾക്ക് മുന്നേ അമ്മ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ഞാൻ പോയതായ ചർച്ചിൽ തന്നെയാണ് പോയത്, ആഫർനൈഡും. അങ്ങനെ പോയിട്ടും അമ്മയ്ക്ക് 2 സഹോദരന്മാരുണ്ട്. അമ്മ ബലഹീനപ്പെട്ട് അമ്മ മരിക്കുവാൻ ഇടയായി തീർന്നു. അമ്മച്ചി മരിച്ചപ്പോൾ അമ്മച്ചിയെ ക്രിസ്ത്യ അനുഭവത്തിൽ അടക്കാൻ മാവന്മാര് സമ്മതിച്ചില്ല. ഹിന്ദു ആചാരപ്രകാരം അമ്മച്ചിയെ തീക്ക് തന്നെയാണ് വെക്കുവാൻ ഇടയായി തീർന്നത്. അത് അമ്മയ്ക്കും അച്ഛനും വളരെ ഭാരമായിരുന്നു. കാരണം ഞങ്ങളും യേശുപ്പച്ചനെ അറിഞ്ഞു, സ്നാനപ്പെട്ടു, കർത്താവിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിലും ഞങ്ങളും മരിക്കുമ്പോൾ ഞങ്ങളുടെ അമ്മാവന്മാരെന്ന് പറയുന്ന ഇവരൊക്കെ ഇത് തന്നെയൊക്കെയല്ലേ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമുക്ക് നേരത്തെ എനിക്കും നിനക്കും കൂടെ ഒരു പത്രത്തിൽ എഴുതി ഒപ്പിട്ട് നമുക്ക് സാറിന്റെ കയ്യിൽ കൊടുക്കാം. കാരണം ഞങ്ങൾ മരിക്കുമ്പോൾ ഞങ്ങളെ ക്രിസ്ത്യ അനുഭവത്തിൽ തന്നെ അടക്കണമെന്ന് പറഞ്ഞ് ചെയ്യണമെന്ന് അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ മുന്നോട്ട്, കാരണം ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും യോഗ്യതയില്ല. ഒരു പാസ്റ്റർ ഞങ്ങളെ വീട്ടിൽ മരുമകനായിട്ട് വരുമെന്നോ ഞങ്ങൾക്കൊരു ആശ്രയമാകുമെന്നോ ഒന്നും ഞങ്ങൾക്ക്, കാരണം ഞങ്ങൾക്ക് അതിനുള്ള ഒരു ആദരവില്ല. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുവാൻ ബന്ധുക്കളിലോ ആരുമില്ല. ഞങ്ങൾക്ക് ഏക ആശ്രയം ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് കർത്താവിന്റെ കൃപയാല് ഉപവാസത്തിന്റെ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെ മധ്യേ എൻ്റെ ദൈവം ഞങ്ങൾക്ക് ഏഴയോട് മനസ്സലിയാനും ഞങ്ങളുടെ ഭവനത്തിൽ ഒരു കർത്താവിന്റെ ദാസൻ വരുവാൻ ഇടയായിത്തീർന്നു. ആ കർത്താവിന്റെ ദാസൻ വന്നതോടുകൂടെ അമ്മയ്ക്കും അച്ഛനും വളരെ സന്തോഷവും സമാധാനവുമായി. കാരണം ഇനി ഞങ്ങൾക്ക് വേണ്ടി ഒരു ബലമായി നിൽക്കാൻ കർത്താവിന്റെ ദാസൻ ഉണ്ടല്ലോ എന്ന് പറയാനിടയായി തീർന്നു. അതിനുശേഷം ഞങ്ങളുടെ അമ്മയുടേതായാലും അച്ഛൻ്റെതായാലും എല്ലാ ഹിന്ദു അടക്കങ്ങളും ഹിന്ദു ആചാരപ്രകാരമുള്ള കല്യാണങ്ങളും സകല കാര്യാദികളും നൂലുകെട്ടായാലും അതിന്. പക്ഷേ ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞു, കർത്താവിന്റെ വചനം മനസ്സിലാക്കിയതോടുകൂടെ ഞങ്ങൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നിലേക്ക് ഞങ്ങൾ ഇതുവരെയും പോകാൻ ഇട വന്നിട്ടില്ല. അത്രത്തോളം ഈ ലോകത്ത് കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞതുപോലെ നിന്റെ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുവാൻ പറഞ്ഞ അബ്രഹാമിനോട്, അബ്രഹാം ഒരു കാലത്ത് ഈ
വിഗ്രഹത്തെ ഉണ്ടാക്കിയും നമസ്കരിച്ചും സേവിച്ചും വിറ്റും പോന്ന ഒരു കാലഘട്ടം വിട്ട് അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചിറങ്ങി തിരിച്ചതുപോലെ ഞങ്ങൾക്കും ഇത്രത്തോളം കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ ദൈവം കൃപ തന്നു. സഹോദരിയും കുടുംബവും 2 കുഞ്ഞുങ്ങളും കർത്താവ് വിശ്വാസിയായിട്ട് ഉപജീവനത്തോടെ ബന്ധത്തിൽ കർത്താവിനെ സേവിച്ച് മുന്നോട്ട് കടന്നു പോകുന്നു. ഞങ്ങള് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ പേയാട് കടുക്കാമൂട് ഏരി ചർച്ചിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇത് 3-ാമത്തെ വർഷം. ഇതിനു മുമ്പ് ഞങ്ങള് നാറാണി ചർച്ചിലെ തൃപ്പല്ലൂര്, മാമ്പഴക്കര ഇങ്ങനെയുള്ള ചർച്ചുകളിലൊക്കെ ഞങ്ങൾ ഇരുന്നു കർത്താവിന്റെ വേല ചെയ്യുവാനും കർത്താവിന് വേണ്ടി അനേകരെ ക്രിസ്തുവെങ്കിലേക്ക് ആദായപ്പെടുത്തുവാനും സ്നാനപ്പെടുത്തുവാനും ഒക്കെ സർവകൃപാലുവായ ദൈവം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയും എത്ര കാലം ഈ ലോകത്ത് ജീവിക്കുന്നു അത്രയും കാലം കർത്താവിന്റെ മഹത്വമുള്ള വേലയിൽ തന്നെ ശോഭിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് കടന്നു പോകുന്നു. അനേക സൗഖ്യം എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ തരുവാനിടയായി തീർന്നു. അങ്ങനെ ഈ വർഷ അവസാനം ഈ പുതുവർഷ ആരാധനയോട് ബന്ധത്തില് ഈ വാക്യം ഞങ്ങൾ വാക്തത്വ വചനമായിട്ട് ഞങ്ങൾ ആയിരിക്കുന്ന ചർച്ചകളിൽ എടുക്കാറുണ്ട്. അത് എനിക്ക് വളരെ വിശ്വാസമാണ് ആ വാക്തത്വ വചനം. കാരണം കഴിഞ്ഞ വാക്തത്വ വചനം എനിക്ക് കിട്ടിയത് ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, നിന്റെ ആയുസ്സിനെ പരിപാലിക്കുമെന്ന ഒരു വചനമാണ് എനിക്ക് കിട്ടിയത്. ആ വചനം കിട്ടിയപ്പോഴേ എനിക്കൊരു ടെൻഷൻ ആയിരുന്നു. എന്തോ ഒരു ബുദ്ധിമുട്ട് എൻ്റെ മുന്നിലുണ്ട്, എന്തോ ഒരു പ്രതിസന്ധി എൻ്റെ മുന്നിലുണ്ടെന്ന് എനിക്ക് ആ സമയം മുതലേ എൻ്റെ ഹൃദയത്തില് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഡിസംബർ മാസം 31-ാം തീയതിയാണ് എനിക്ക് ആ വചനം കിട്ടുന്നത്. ജനുവരി മാസം 26-27 ദിവസങ്ങളിലാണ് നമ്മുടെ അടൂര് നമ്മുടെ ഏജിയുടെ സെൻട്രൽ കൺവെൻഷൻ നടക്കുന്നത്. ആ കൺവെൻഷന് മോന്റെ പപ്പ സെക്ഷൻ പ്രസ്പിറ്റർ കൂടെയാണ്. അങ്ങനെ കൺവെൻഷന് പോയി ചില സെക്ഷനിലെ പാസ്റ്റർമാരുമായിട്ട് പോയി. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് വയറിനൊരു അസ്വസ്ഥത കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. ഞാൻ വളരെ ബ്ലീഡിങ്ങിനാൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുവാൻ ഇടയായിത്തീർന്നു. ആ വാക്തത്വ വചനം കിട്ടിയിട്ട് 1 മാസമായില്ല. അങ്ങനെ ഞാൻ വളരെ പ്രതിസന്ധിയോടെ ഭവനത്തിൽ ഞാൻ കരയുന്ന ഒരു അവസ്ഥയായിരുന്നു. ഞാൻ കർത്താവിന്റെ ദാസനെ വിളിച്ചു പറയുവാൻ ഇടയായിത്തീർന്നു. ഞാൻ കർത്താവിന്റെ ദാസൻ രാത്രി എത്തുവാൻ ഇടയായിത്തീർന്നു. പിറ്റേ ദിവസം തന്നെ ഹൈനക്ക് ഡോക്ടറെ പോയി കാണുവാൻ ഇടയായിത്തീർന്നു. മോളുടെ ഡെലിവറി നടന്ന ഹോസ്പിറ്റലിൽ തന്നെ പോകാൻ ഇടയായിത്തീർന്നു. അവിടെ പോയി സ്കാൻ ചെയ്തു. റിപ്പോർട്ടുകളൊക്കെ ഡോക്ടർ നോക്കിയപ്പോൾ പറഞ്ഞു എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറയാൻ ഇടയായിത്തീർന്നു. ഇത് പരിശോധനയ്ക്ക് അയക്കണമെങ്കിൽ 3 ദിവസം അഡ്മിറ്റ് ആവണമെന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. ഞാൻ വളരെ തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഞാൻ ഹോസ്പിറ്റലാണെന്ന് ഒന്നും ഞാൻ ചിന്തിച്ചില്ല. ഞാൻ അവിടെ ഡോക്ടർ മുമ്പിൽ ഇരുന്ന് കരയുവാൻ തുടങ്ങി. എന്നിട്ട് ഡോക്ടർ എന്നെ ആശ്വസിപ്പിക്കുന്നു, കുഴപ്പമില്ല, ഇത് ഇപ്പോ ഉള്ള എല്ലായിടത്തും സംഭവിക്കുന്നതാണ്, നിരാശപ്പെടേണ്ട എന്നൊക്കെ ഡോക്ടർ എന്നെ കണ്ടിട്ട് സമാധാനിപ്പിക്കുന്നു. എന്നാലും എനിക്കത് സമാധാനിക്കാൻ കഴിയുന്നില്ല. കാരണം പിന്നെ ഈ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ കർത്താവിന്റെ വേല ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ കഴിയില്ലല്ലോ, തറയിലിരുന്ന് യേശുപ്പച്ചനെ ആരാധിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ വല്ലാത്ത ചോദ്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ കൂടെ കടന്നുപോയി. ഞാൻ കാറില് ആ ഹോസ്പിറ്റൽ മുതൽ വീട് വരെ കരയുവാനിടയായി തീർന്നു. തൻ്റെ ദാസനെ ആശ്വസിപ്പിക്കുന്നുവെങ്കിലും എനിക്ക് ആശ്വാസമാകുന്നില്ല. എന്നാ വീട്ടിൽ കടന്നു വരുവാനിടയായി തീർന്നു. ഞാൻ രാത്രിയെ പകലാക്കി, പകലിനെ രാത്രിയാക്കി എന്ന് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ കർത്താവിനോട് കരയാനിടയായി തീർന്നു. കഴിഞ്ഞ കാലങ്ങളില് എൻ്റെ ദൈവം എന്നെ വിടുവിച്ചത് ഞാൻ ഓർക്കുവാൻ ഇടയായിത്തീർന്നു. എൻ്റെ യേശുപ്പൻ എന്നെ കൈവിടില്ല. എന്നോട് എൻ്റെ യേശുപ്പൻ പറഞ്ഞു, ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, നിന്റെ ആയുസ്സിനെ പരിപാലിക്കുമെന്ന് എനിക്ക് വാഗ്ദത്ത വചനം തന്ന ദൈവമാണെന്ന് പറഞ്ഞ് ഞാൻ റൂമിലായാലും കിച്ചണിലായാലും ടോയ്ലറ്റിൽ പോയാലും ഏത് അനുഭവത്തിലായാലും എൻ്റെ കണ്ണിൽ കൂടെ എപ്പോഴും വെള്ളം പോയി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. വിശ്വാസികളടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അവരുടെ ഭാരങ്ങൾ ഓടി വന്ന് പാസ്റ്റർ അമ്മയുടെ അടുത്ത് പറയുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് അവരുടെ അടുത്ത് എൻ്റെ വേദന പറയുന്നത് എങ്ങനെയെന്നുള്ള ചിന്തയില് ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞ് കരയുവാനിടയായി തീർന്നു.
ആ ആഴ്ചയിലെ ഞങ്ങൾ ആയിരിക്കുന്ന ചർച്ചിലെ 7 ദിവസത്തെ ഫാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ഈ ഞാൻ ഈ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ മാസങ്ങളിലും ഫാസ്റ്റിംഗ് പ്രയർ എൻ്റെ ജീവിതത്തില് ഞാൻ അറിയാതെ എൻ്റെ ദൈവം എന്നോട് ഇടപെടുന്ന നിമിഷങ്ങളുണ്ട്. എനിക്ക് രോഗസൗഖ്യം നൽകിയ ദിനങ്ങളുണ്ട് എൻ്റെ ദൈവം. അങ്ങനെ ആ ഫാസ്റ്റിംഗ് പ്രയറിൽ ഞാൻ തറയിലിരിക്കാൻ കഴിയില്ല. വളരെ വേദനയോടുകൂടെ ഞാൻ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് അന്ന് ശുശ്രൂഷിക്കാൻ വന്നത് നമ്മുടെ പ്രവാറ്റി തങ്കച്ചൻ പാസ്റ്ററാണ്. ആ പാസ്റ്ററുടെ ശുശ്രൂഷയിൽ ഞാൻ ദൈവത്തോട് ഈ വിഷയമാണ് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തന്നെ താങ്ങാൻ കഴിയാത്ത ഒരു ആത്മശക്തി എൻ്റെ ശരീരത്തിലേക്ക് വന്ന് പതിക്കുവാനിടയായി തീർന്നു. കർത്താവ് എനിക്കൊരു ദർശനം തന്നു. കുമ്പിള് പോലത്തെ ഒരു രൂപം. ആ നമ്മുടെ ഈ മഴ സമയത്തൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ കുമ്പിള് രൂപപ്പെടും. ആ ചില കുമ്പിള് നമുക്ക് ഭക്ഷണത്തിന് നമ്മൾ എടുക്കും, ചിലത് വിഷക്കുമ്പിളാണ്. ആ ഒരു കുമ്പിളിന്റെ രൂപത്തില് എൻ്റെ വയറ്റിന്റെ അകത്തേക്ക് ആ ഒരു ദൈവശക്തി ഇറങ്ങി വന്ന് ആ കുമ്പിള് ആ വേരോടെ എൻ്റെ ദൈവം എൻ്റെ ഉദരത്തിൽ നിന്ന് വലിച്ച് പറിച്ച് എടുത്ത് കളയുന്ന ഒരു ദർശനം എൻ്റെ ദൈവം എനിക്ക് ആ ആരാധനയില് ദൈവം എനിക്ക് തരുവാനിടയായി തീർന്നു. എനിക്ക് താങ്ങാൻ കഴിയാത്ത ഒരു ദൈവശക്തിയിൽ ഞാൻ ആരാധിക്കുവാനിടയായി തീർന്നു. അന്യഭാഷ അടയാളത്തോടെ ദൈവത്തെ സ്തുതിപ്പാനിടയായി തീർന്നു. ആ ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞ് പാസ്റ്റേജിൽ പാസ്റ്റർ വന്നു, ഭക്ഷണം കഴിച്ചു. വിശ്രമിക്കുന്ന സമയത്ത് ഞാൻ വേറെ നാണക്കേട് ഒന്നും കരുതിയില്ല. ഞാൻ പാസ്റ്റർ അടുത്ത് എൻ്റെ സങ്കടം ഞാൻ കണ്ണിൽ ധാരധാരയായി ഞാൻ കരഞ്ഞ് ആ ഒരു ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഞാൻ പാസ്റ്റർ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ അവസ്ഥ ഇതാണ്, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വരുന്ന ആഴ്ച 2ാമത്തെ സ്കാനിങ്ങിന് വെച്ചിരിക്കുന്നു. ഇന്ന് സ്കാൻ ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ഓപ്പറേഷൻ കൂടാതെ എൻ്റെ ദൈവം എന്നെ വിടിവിക്കേണ്ടതിന് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കണമെന്ന് പറയാനിടയായി തീർന്നു. ഞാൻ വെള്ളവും കൊണ്ടുപോയി ഞാൻ ധാരധാരയായി കരയുന്നത് കണ്ട് പാസ്റ്റർ പെട്ടെന്ന് തന്നെ ആ സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് വെള്ളം വാങ്ങിക്കുവാനിടയായി തീർന്നു. പാസ്റ്റർ ആത്മാർത്ഥമായി അല്പനേരം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ദൈവപ്രവൃത്തി എന്ന് പറയാതെ തരമില്ല. എൻ്റെ സ്വർഗത്തിലെ ദൈവം ആ വെള്ളത്തിന്മേൽ ആ പച്ചവെള്ളത്തെ എൻ്റെ കർത്താവ് വീഞ്ഞാക്കി മാറ്റിയതുപോലെ ആ പച്ചവെള്ളത്തെ എൻ്റെ കർത്താവ് രക്തമായി മാറ്റി. ആ വെള്ളം ഞാൻ വിശ്വാസത്തോടു കൂടെ ഞാൻ കുടിക്കുവാനിടയായി തീർന്നു. പിറ്റേ ആഴ്ച ഞാൻ സ്കാൻ ചെയ്യാൻ ഹോസ്പിറ്റലിൽ കടന്നു പോകുവാനിടയായി തീർന്നു. സ്കാൻ ചെയ്തു, റിപ്പോർട്ട് ഡോക്ടറെ കയ്യിൽ കൊടുക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതെന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, ഇതെന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഓപ്പറേഷൻ വേണ്ട, ആ കട്ടിയാവുന്ന ആ യൂട്രസിൽ ഉണ്ടായിരുന്ന ആ മുഴ ഇപ്പോൾ ഒരു ചൗവായിരിക്കുന്നു എന്ന് പറയുവാനിടയായി തീർന്നു. ആ അവസ്ഥയെ ദൈവത്തിന് മാറ്റാൻ കഴിയും. എൻ്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ഓപ്പറേഷൻ വേണ്ട ഡോക്ടറെ എന്ന് പറയുവാനിടയായി തീർന്നു. ആ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ ആ വാഗ്ദത്ത വചനം, ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, ആയുസ്സിനെ പരിപാലിക്കുമെന്ന് പറഞ്ഞ ദൈവം അമ്മയ്ക്ക് കരുതുവാൻ കഴിയാത്ത സ്ഥാനത്ത്, അച്ഛന് കരുതുവാൻ കഴിയാത്ത സ്ഥാനത്ത് എൻ്റെ പ്രതിസന്ധിയിൽ എന്നെ വിളിച്ചു വേർതിരിച്ച ആ ദൈവം ഇന്നയോളം എന്നെ അത്ഭുതകരമായി അതിശയകരമായി എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നെ ഇന്നുവരെയും എന്നെ നടത്തുന്നു. എന്നെ വിടുവിച്ച ആ ദൈവത്തിന് ഞാൻ കോടി കോടി സ്തോത്രം ചെയ്യുന്നു. എനിക്ക് പറയാനുള്ളത് ഈ നല്ല ദൈവത്തെ കുറിച്ചാണ്. ഇത് ഈ പ്ലാറ്റ്ഫോമില് ഈ അരോമ TV പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഈ ദൈവം നല്ല ദൈവമാണ്. ഈ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. ഈ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഈ ദൈവം ഹല്ലേലൂയ നമുക്ക് 1, 5, 100 ദൈവമല്ല നമുക്ക് ആ കാലഘട്ടത്ത് ഇരുട്ട് നമ്മെ നയിച്ച കാലത്ത് നമുക്കുള്ളത്. അതൊക്കെ കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത വിഗ്രഹങ്ങളാണ്. എന്നാൽ സ്വർഗത്തില് നമ്മുടെ യേശുപ്പച്ചൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ്. കണ്ണുനീര് കണ്ട് മറികടക്കാത്ത ദൈവം. നമ്മൾ ഏതവസ്ഥയിലാണ്, നമ്മൾ ആരും കാണാതെയാണ് നമ്മൾ കരയുന്നതെങ്കിൽ, ആശ്രയിപ്പാനും സഹായിപ്പാനും ആരുമില്ലാത്ത സമയത്താണ് നമ്മൾ ദൈവത്തോട് നിലവിളിക്കുന്നുവെങ്കിൽ, എൻ്റെ സ്വർഗത്തിലെ ദൈവം നമ്മെ വിടുവിക്കുക തന്നെ ചെയ്യും. അതുപോലെ ഈ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ സ്വർഗത്തിലെ
ദൈവം അനേക വിടുതലുകളും അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ ആയിരിക്കുമ്പോൾ തന്നെ തന്റെ ദാസന് കൃപാവര ശുശ്രൂഷകളൊക്കെയും ചെയ്യുന്ന കർത്താവിന്റെ ദാസനാണ്. അങ്ങനെ ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഒരു മരണത്തിന് ഒരു സ്ഥലത്ത് പോകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഒരു ചർച്ചിലെ ഒരു 7 വയസ്സായ ഒരു ആൺകുട്ടി പൈശാചിക ബന്ധനത്താൽ പിടിക്കപ്പെട്ടിരുന്നു. അങ്ങനെ സമാധാനമില്ലാതെ സ്വന്തം വീട്ടിൽ നിന്ന് വാടകയ്ക്ക് അമ്മയും പപ്പയും ആ കുഞ്ഞുമായി താമസിക്കുവാനിടയായി തീർന്നു. പല കർത്താവിന്റെ ദാസന്മാരും പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ലാതെ ഭാരപ്പെട്ടിരുന്ന സ്ഥാനത്ത് കർത്താവിന്റെ ദാസൻ പോയി പ്രാർത്ഥിക്കുവാനും സ്വർഗത്തിലെ ദൈവം ആ കുഞ്ഞിന് ആശ്വാസം കൊടുക്കുവാനും ഇടയായി തീർന്നു. അങ്ങനെ ആ സ്വന്തം വീട്ടിലേക്ക് താമസിക്കുവാനായി പോകുന്നു എന്ന് പാസ്റ്റർ വിളിച്ചു പറഞ്ഞു. ആ വീട്ടിൽ കൂടെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കണമേ എന്ന് ആ മാതാപിതാക്കൾ കർത്താവിന്റെ ദാസനോട് പറയുവാനിടയായി തീർന്നു. അങ്ങനെ വൈകുന്നേരമാണ് ആ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്ന സമയം. അതിന് പകൽക്കാലം ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഒരു മരണമായിരുന്നു. അതിന് പോയിട്ട് വരുന്ന ഒരു സമയം നമ്മുടെ വാഴിച്ചൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അതൊരു വലിയ ഒരു തേരിയാണ്. എൻഡിൽ വന്നപ്പോൾ കർത്താവിന്റെ ദാസനും എന്റെ മാതാവും ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദാസന് ഓട്ടിക്കുന്ന വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നു. അമ്മയോട് പറഞ്ഞില്ല. അമ്മ വിചാരിച്ചു വണ്ടി സ്പീഡേ പോകുന്നതായിരിക്കും, പ്രാർത്ഥന ഉള്ളത് കൊണ്ടെന്ന് വിചാരിച്ചു. എന്നാൽ കർത്താവിന്റെ ദാസൻ പറയുവാൻ ഇടയായി തീർന്നു, മരണം മാത്രമാണ് ഇനി മുന്നിലുള്ളൂ എന്ന് വിശ്വസിക്കുവാനിടയായി. കാരണം അന്ന് 3 ദിവസത്തെ ഹർത്താലായിരുന്നു. വണ്ടികളൊന്നുമില്ല, ബസ്സൊന്നും ഇല്ല, ഹർത്താലായിരുന്നു. ആ വഴിയുടെ നടുക്ക് 3 അപ്പച്ചന്മാരെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അല്ലാതെ 1-2 ബൈക്കുകൾ ഇങ്ങനെ പോകുന്നു. വളരെ അപകടവും വളരെ ഒരു സന്ദർഭമുള്ള ഒരു ഏരിയ ആയിരുന്നു. അപ്പച്ചന്മാരെ തട്ടാതെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാൻ പറ്റാതെ വണ്ടി കയ്യിൽ നിൽക്കുന്നില്ല, വണ്ടി പറക്കുകയായിരുന്നു എന്ന് തന്റെ ദാസൻ പറയാൻ ഇടയായി തീർന്നു. എന്നാൽ തന്റെ ദാസൻ ഈ ഹാൻഡില് കൈ വിട്ടില്ല. അമ്മയാണെങ്കിൽ വണ്ടിയിൽ നിന്ന് തെറിച്ചു പോയി. അങ്ങനെ തന്റെ ദാസൻ ഒരു കമ്പിക്കടയുടെ ഇടയില് എൻഡിൽ പോയി വണ്ടി ഇടിച്ച് തന്റെ ആൻഡിൽ തന്നെ തന്റെ ദാസൻ കൈ പിടിച്ചിരുന്നു. അങ്ങനെ തന്റെ ദാസൻ മറിഞ്ഞു വീഴാൻ ഇടയായി തീർന്നു. അങ്ങനെ തന്റെ ദാസന്റെ വലത് കൈയുടെ ഷോൾഡർ ഭാഗത്തെ എല്ല് വിട്ടുപോയി. അങ്ങനെ 2 പേര് അമ്മയുടെ കാല് പൊട്ടിപ്പോയി. അങ്ങനെ വളരെ പ്രതിസന്ധിയൊക്കെ സംഭവിച്ചു. എങ്കിലും തന്റെ ദാസന്റെ ശരീരത്തില് ഒരു രക്തം പോലും പൊടിയാതെ വണ്ണം എന്റെ സ്വർഗത്തിലെ ദൈവം തന്റെ ദാസനെ വിടുവിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. തന്റെ ദാസൻ മരുന്നൊന്നും ഉപയോഗിക്കുന്ന ആളല്ല. അങ്ങനെ ഇത്രയും വേദനയും എല്ലൊടിഞ്ഞിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് തന്റെ ദാസൻ എടുത്തില്ല. അങ്ങനെ ഈ കയ്യില് ഈ ബാഗിട്ട് അമ്മയെ അഡ്മിറ്റ് ചെയ്തു, പ്ലാസ്റ്റർ ഒക്കെ ഇട്ടു. ആ ഒരു അവസ്ഥയിൽ തന്റെ ദാസനെ ഭവനത്തിലേക്ക് വിട്ടു. അങ്ങനെ ഞങ്ങൾക്ക് ചർച്ച ഉണ്ടായിരുന്നു. പിന്നെ അന്ന് മുതൽ എല്ലാ യോഗങ്ങൾക്കും കിടക്കാൻ പറ്റില്ല വേദന കാരണം ഈ ഇവിടുത്തെ ഷോൾഡർ എല്ല് പൊട്ടിപ്പോയി. അങ്ങനെ ആ ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്തു. ഇനി നിങ്ങളുടെ ശരീരത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ആശാരി എന്ന് പറയുന്നത് ദൈവമാണ്. നിങ്ങളുടെ ശരീരത്തെ സൃഷ്ടിച്ച ദൈവമാണ് നിങ്ങളുടെ ആശാരി. ആ ദൈവത്തിന് മാത്രമേ നിങ്ങളുടെ ഈ അസ്ഥിയെ നേരെയാക്കാൻ പറ്റൂ. ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ സ്തംഭിക്കുമെന്ന് പറയാൻ ഇടയായി തീർന്നു. വളരെ ഭാരപ്പെട്ട് തന്റെ ദാസൻ ഭവനത്തിലേക്ക് വന്നു. എന്നാൽ തന്റെ ദാസൻ മുഴങ്കാൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമാണ് തന്റെ ദാസന്റെ ജീവിതത്തില്. അങ്ങനെ തന്റെ ദാസൻ വിശ്വാസികൾ വന്ന് സൺഡേക്കും മറ്റ് യോഗങ്ങൾക്ക് വന്ന് കാറിലെ ഞങ്ങളെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒരു സൺഡേ ആരാധനയ്ക്ക് പ്രാകാരത്തില് ശുശ്രൂഷ ലീഡ് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ തന്റെ ദാസൻ കൈ ഇങ്ങനെ ബാഗ് ഊരി മേശപ്പുറത്ത് വെച്ചിട്ട് കൈ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ തന്റെ ദാസൻ ആരാധിച്ചുകൊണ്ട് നിന്നപ്പോൾ ദൈവത്തിന്റെ അതിശക്തമായ ഒരു ദൈവശക്തി, ഒരു ഇടപെടൽ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. തന്റെ ദാസന്റെ കൈ ഒരു ചെറിയ പൊട്ട് കൈയായി തോന്നി. ആ കൈയുടെ
പുറത്തൊരു വലിയ ഒരു ആവരണം ചെയ്ത ഒരു വലിയ കൈ തന്റെ ദാസനെ ആവരണം ചെയ്തിരിക്കുന്നതായി കാണുവാനിടയായി തീർന്നു. ആ നിമിഷം തന്റെ ദാസൻ വളരെ ദൈവ സാന്നിധ്യത്തോടെ ഈ ഒടിഞ്ഞു പോയ ഈ പൊട്ടൽ വന്ന കൈ എന്നുള്ള ആ ചിന്തയൊക്കെ തന്റെ ദാസൻ മറന്ന് കൈയടിച്ച് ആരാധിക്കുവാനിടയായി തീർന്നു. ആ 1 മണിക്ക് തീരേണ്ട ആരാധന ഏകദേശം 2-2:30 മുന്നോട്ട് പോകുവാനിടയായി തീർന്നു. ആ ഒരു വലിയ ദൈവ സാന്നിധ്യം തന്റെ ദാസന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. തന്റെ ദാസൻ ഏത് മീറ്റിംഗിൽ പോയാലും തന്റെ ദാസൻ ഈ സാക്ഷ്യങ്ങളൊക്കെ തന്റെ ദാസൻ പറയുവാനിടയായി തീർന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ഈ അത്ഭുത പ്രവൃത്തിയെ കുറിച്ച് അങ്ങനെ ദേശക്കാരൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇത് തിരക്കുമ്പോഴേ വി ജോൺ പാസ്റ്റർ കൈ പൊട്ടിയതല്ലേ, ഇപ്പൊ പാസ്റ്റർ ഇപ്പൊ നല്ല സുഖമായിരിക്കുന്നല്ലോ എന്നൊക്കെ എല്ലാവരുടെ മുമ്പിലും തന്റെ ദാസൻ ഈ ജീവനുള്ള സാക്ഷി ദൈവസഭയുടെ മധ്യേ എന്റെ ദൈവം ചെയ്ത പ്രവൃത്തിയെ കുറിച്ചൊക്കെ തന്റെ ദാസൻ പറയാറുണ്ട്. പിന്നെ ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഞാൻ തലയിലെ പൂവൊക്കെ വെക്കുമ്പോൾ എനിക്ക് അസാധ്യമായ തലവേദന ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് എന്റെ കയ്യിൽ ഗുളിക ഒഴിയാതെ ഞാൻ എപ്പോഴും തലവേദനയ്ക്കും മറ്റ് അസ്വസ്ഥതകൾക്ക് എപ്പോഴും ഞാൻ ഗുളിക ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ കർത്താവിനെ അറിഞ്ഞു രക്ഷിക്കപ്പെട്ടു, കർത്താവിന് വേണ്ടി ജീവിച്ചു. നല്ലൊരു വിശുദ്ധ വിവാഹം ദൈവം തന്നു. എനിക്ക് തന്ന കർത്താവിന്റെ ദാസന്റെ ഓരോ വിശ്വാസത്തോടുള്ള വാക്കും പ്രാർത്ഥനയും ഗുളിക എത്ര അസ്വസ്ഥത വന്നാലും ഗുളിക കഴിക്കാൻ താമസിക്കില്ല. ദൈവം വിടുവിക്കുമെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ചർച്ചില് രാവിലെ 4:45 പ്രാർത്ഥന തുടങ്ങും. 7:30 വരെ തന്റെ ദാസൻ പ്രാർത്ഥിക്കും. എന്ത് ബലഹീനത വന്നാലും തന്റെ ദാസന്റെ അടുത്ത് ഡോക്ടർ ഈ പാരസെറ്റമോള് 4 നേരം കഴിക്കണമെന്ന് പറയുന്നത് പോലെ ഞാൻ എപ്പോഴും തന്റെ ദാസന്റെ അടുക്കല് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകും. എത്ര ബലഹീനത വന്നാലും ആ ബലഹീനത എന്റെ സ്വർഗത്തിലെ ദൈവം അപ്പോഴെന്നെ ദൈവം എന്നെ വിടുവിക്കും. ആ ഒരു വിശ്വാസ ജീവിതം എന്റെ കർത്താവ് എനിക്ക് ദാനം നൽകുവാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളും. അവരെയും എന്റെ കർത്താവ് ഇത്രത്തോളം കൃപയിൽ നിർത്തി. വീണ്ടും കർത്താവിന് വേണ്ടി ദൈവം എപ്രകാരം ആഗ്രഹിക്കുന്നുവോ അപ്രകാരം തന്നെ കർത്താവിന് വേണ്ടി ശോഭിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. ഇത്രത്തോളം എന്റെ അനുഭവ സാക്ഷ്യം ക്ഷമയോടെ കേട്ട് കൊണ്ടിരുന്ന അരോമ TV പ്രേക്ഷകരോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇതിന് കാരണമായി തീർന്ന ദൈവത്തിനും ഇതിന്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന സാറിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുവാനായി ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്നേഹമുള്ള പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇരുണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കർത്താവേ. ആ ഇരുണ്ട കാലഘട്ടത്തെ വെളിച്ചമാക്കി തീർത്ത എൻ്റെ സ്വർഗത്തിലെ നല്ല ദൈവത്തെ കുറിച്ച് നിമിഷം എൻ്റെ കർത്താവ് നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരത്തിനായും ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരുടെ ഹൃദയത്തോട് സ്വർഗത്തിലെ ദൈവം ഇടപെടുമാറാകണമേ, സംസാരിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വേദനയോടുകൂടെ കേൾക്കുന്നവരുണ്ട്, ഭാരത്തോടെ കേൾക്കുന്നവരുണ്ട്, സങ്കടത്തോടുകൂടെ കേൾക്കുന്നവരുണ്ട്, പ്രത്യാശയില്ലാതെ നാളെ കുറിച്ച് വേദനിക്കുന്നവരുണ്ട്. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന ദൈവജനമുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ, 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 അത്ഭുതം ചെയ്യുന്ന ദൈവം, വിടിവിക്കുന്ന ദൈവം, സൗഖ്യമാക്കുന്ന ദൈവം, രക്ഷ നൽകുന്ന ദൈവം. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന സകല വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരെന്റെ കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിനെ കണ്ടുമുട്ടുവാൻ, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ, കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ, കർത്താവിന്റെ പ്രിയ മക്കളായി തീരുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ. ഈ അരോമ ഹല്ലേലൂയ TV ചാനൽ പ്ലാറ്റ്ഫോം ഹല്ലേലൂയ അനേകരെ ക്രിസ്തുവിലേക്ക് നടത്തുന്ന ഒരു ഹല്ലേലൂയ പ്ലാറ്റ്ഫോം ആക്കി എന്റെ സ്വർഗത്തിലെ ദൈവം തീർക്കണമേ. ഇതിന് മുഖാന്തരമായിരിക്കുന്ന കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ഒരാത്മാവ് കർത്താവിലേക്ക് ഹല്ലേലൂയ വിടുവിക്കപ്പെടുന്നത്, രക്ഷ പ്രാപിക്കുന്നത് ഈ ലോകത്തിലെ ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ സ്വർഗം ലോകത്തിലെ ഏതിനേക്കാളും എന്റെ സ്വർഗം സന്തോഷിക്കുന്ന ഒന്നാണ്. ഒരു
ഹല്ലേലൂയ മനുഷ്യൻ ഒരു ജീവൻ നിത്യതയുടെ അവകാശിയായി തീരുന്നത്. അതിന് മുഖാന്തരമായി തീരുന്ന കർത്താവിന്റെ ദാസൻ, അവരുടെ മിനിസ്ട്രി എന്റെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമേ. ഇതുപോലെ ഹല്ലേലൂയ ഹല്ലേലൂയ വേദനയോടും ഭാരത്തോടും പ്രയാസത്തോടുമായിരിക്കുന്ന അനേകരുടെ മേൽ ഇതൊരു പ്രകാശമായി മാറുവാൻ, ഇതൊരു ഹല്ലേലൂയ വിടുതലായി മാറാൻ എന്റെ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇത്രത്തോളം നൽകപ്പെട്ട സമയത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസി സിസ്റ്റർ ജയ ജോൺ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയും കർത്താവിന്റെ ദാസിയോടതായ നന്ദി, സ്നേഹവും കടപ്പാടും ഇത്തരണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഒരു ഹൈന്ദവ കുടുംബത്തില് ജനിച്ച് വളർത്തപ്പെട്ടു. എന്നാൽ വളർന്നു വന്ന ജീവിത പശ്ചാത്തലത്തിൽ വളരെ യൗവനത്തിൽ തന്നെ ജീവിതത്തിൽ നേരിട്ടതായ അതീവ ഗുരുതരമായ ചില സാഹചര്യങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. ജീവിതം പാടെ അട്ടിമറിക്കപ്പെടുന്നത് പോലെ ഉണ്ടായ ചില സംഭവവികാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ 17-ാമത്തെ വയസ്സിൽ ഇരുട്ടിൽ മറയപ്പെട്ടു പോകുന്നതായ ചില തടവറകളുടെ അനുഭവം ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ അതിൽ നിന്ന് അത്ഭുതകരമായ വിടുതൽ കർത്താവായ യേശു ക്രിസ്തു ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ജീവിതത്തിൽ ആ ഇരുട്ട് മാറി വെളിച്ചം ലഭിച്ച ജീവിതത്തിലെ അനുഭവങ്ങളെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ കർത്താവ് സഹായിച്ചു. ഇരുളിൽ നിന്ന് വെളിച്ചത്തിങ്കിലേക്ക് വരുന്ന ആ ഒരു നല്ല അനുഭവം ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തരുമ്പോൾ യഥാർത്ഥത്തിൽ ആ വ്യക്തി ആ സത്യ ദൈവത്തെ എങ്ങനെ വിട്ട് പിന്മാറും? ആ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവിച്ച ആ സന്തോഷം ഒരിക്കലും വിട്ടുപോകുവാൻ കഴിയത്തില്ല. ആ സന്തോഷമാണ് പ്രിയ ജയ ജോൺ സിസ്റ്റർ കുടുംബം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ജനിച്ചു വളർന്ന ആ ജീവിത പശ്ചാത്തലത്തിൽ തുടർന്നിരുന്നു എങ്കിൽ ഇന്ന് വേറൊരു തലത്തില് ആകുമായിരുന്നു. ഒരു പക്ഷെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കാൻ പോലും സാധ്യത ഉണ്ടാകുമായിരുന്നോ എന്നറിയില്ല. കാരണം അതേ അവസ്ഥകളിലൂടെയാണ് ജീവിതം മുന്നോട്ട് പോയത്. എന്നാൽ കർത്താവ് ആ തടവറയിലേക്ക്, ആ ഇരുട്ടുവിന്റെ അനുഭവത്തിലേക്ക് ആമേനെ കടന്നു വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിന്റെ പല പരിണിതഫലമായ പ്രത്യക്ഷമായ രൂപങ്ങളും ഭാവങ്ങളുമാണ് അന്ന് ജീവിതത്തിലെ കടന്നു വന്നത്, സംഭവിച്ചത്. വ്യക്തികളുടെ ജീവിതത്തിലെ പാപം എന്ന് പറയുന്നത് ഒരു തടവറയ്ക്ക് സമാനമാണ്. പാപം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ കണ്ണും ആ വ്യക്തിയുടെ ഹൃദയവും വഴികളും എല്ലാം അടച്ച് കൈകാലുകളെ ബന്ധിച്ച് ഇട്ടിരിക്കുന്ന അനുഭവത്തിലാണ് പാപം എന്ന് പറയുന്നത്. പാപം ഒരു പൈശാചിക ശക്തിയാണ്. പൈശാചികന്റെ സ്വാധീനത്താൽ വ്യക്തികളെ പാപത്താൽ പിടിച്ച് വലിച്ചിഴച്ച് ബന്ധിച്ച് ഇട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള തടവറകളിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവര് സത്യ വെളിച്ചത്തിങ്കിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ സ്വാതന്ത്ര്യം തരുവാൻ, ഞാൻ സാക്ഷാൽ സ്വാതന്ത്ര്യമാണ്, ഞാൻ നിങ്ങളെ സ്വതന്ത്രനാക്കുകയാണ്, ഞാൻ തരുന്ന സ്വാതന്ത്ര്യം പോലെ മറ്റൊരാൾക്ക് തരുവാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ ഉടയവൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചതായ സ്വാതന്ത്ര്യം, പിശാച് നമ്മുടെ സ്വാതന്ത്ര്യത്തെ അത് തച്ചുടയ്ക്കുമ്പോൾ, നമ്മെ ബന്ധിക്കുമ്പോൾ യേശു നമ്മെ സ്വതന്ത്രരാക്കുകയാണ് ചെയ്യുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം, ആ സ്വതന്ത്രത ആമേനെ മറ്റൊരാൾക്ക് തരുവാൻ കഴിയുകയില്ല. പിശാച് വരുന്നത് അറക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും കൊല്ലുവാനും ഒക്കെയാണ്. കർത്താവ് നമ്മെ സ്വതന്ത്രരാക്കുവാനാണ് വരുന്നത്. അതുകൊണ്ട് പിന്നെയും നാം അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് പാപം ചെയ്യരുത് എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പാപം ചെയ്യുന്ന വ്യക്തി വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോവുകയും ബന്ധിക്കപ്പെടുവാനും ഇടയായിത്തീരും. ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചതായ സ്വാതന്ത്ര്യം അനേക പ്രിയപ്പെട്ടവരുടെ മുൻപിൽ അത് വിടുതലിന്റെ സാക്ഷ്യമായി പരിണമിക്കട്ടെ. പ്രിയ സിസ്റ്ററിന്റെ സാക്ഷ്യം രോമാ TV പ്രേക്ഷകരിൽ അനേക പ്രിയപ്പെട്ടവർക്ക് അവരുടെ അനുഗ്രഹത്തിന് കാരണമായി, ദൈവനാമത്തിന് കാരണമായി തീരട്ടെ എന്ന് ആശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററിനുള്ളതായ നന്ദിയും സ്നേഹവും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരെ, നിങ്ങൾ ഈ സാക്ഷ്യം
നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ ഓൺലൈൻ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.